നോക്കുമോളെ, നല്ലൊരു ചെറുപ്പക്കാരൻ. പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാതായിരിക്കുന്നു. അല്ല വക്കീൽ സാറേ, ഇരിക്കൂ. ഇത്ര രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ? ഒരു വക്കാലത്ത് ഒപ്പിടിക്കണം. വക്കാലത്തോ? ഇവന്റെയോ? യാതൊരു കോളും ഇല്ലാത്ത കേസാണ് സാറേ. ഇടിച്ചു പിഴിഞ്ഞ 10 പൈസ കിട്ടത്തില്ല. അതും ആരോരും ഇല്ലാത്ത ഒരു അനാഥൻ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എടുക്കണമെന്ന നിർബന്ധം. നിങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു ആദർശം. കല്യാണം കഴിഞ്ഞ് 5-6 കുഞ്ഞുങ്ങളായാൽ പിന്നെ ഇതൊക്കെ പറവറക്കും. പിന്നെ അതുങ്ങൾക്ക് 5-6 കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയാവും. അതുവരെ ആരെന്ത് പറഞ്ഞാലും ചെവി കേൾക്കില്ല. എടോ 312 സാർ, ആ ലോക്ക പോർന്നോട്. സാർ അങ്ങോട്ട് ചെല്ല്. 9:30 എനിക്ക് അവനെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാ. റിമാൻഡ് എടുക്കാനുള്ളതാ. താങ്ക് യു. ഓ, ആലി എന്നല്ലേ പേര്? അതെ. ആലിക്ക് വേണ്ടി കേസ് ഞാൻ വാദിക്കാം. വേണ്ട, അവരെന്നെ തൂക്കിക്കൊന്നോട്ടെ. അതോടെ ആലിയുടെ പ്രയാസം തീരും. പക്ഷേ ആലിയും കാത്തിരിക്കുന്ന മറ്റൊരാളുണ്ടല്ലോ. ആലി പോയാ പിന്നെ അവൾക്കാരുണ്ട്?
ആലിയെ ഞാൻ രക്ഷിക്കാം. അതിന് ആലി എന്നെ സഹായിക്കണം. നടന്നതെല്ലാം ഒന്നും മറച്ചു വയ്ക്കാതെ ആലി എന്നോട് പറയണം. ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ ഒരു ദോഷവും വരില്ല. നടന്നത് എന്താണെന്ന് എന്നോട് പറയൂ. ഓർമ്മ വെച്ച മുതൽ ആ വീടായിരുന്നു എനിക്കെല്ലാം. അവിടെയുള്ള എല്ലാവരോടും എല്ലാത്തിനോടും എനിക്കിഷ്ടമായിരുന്നു. കുടിച്ചോടാ മക്കളെ, നല്ലോണം കുടിച്ചു. ഇത്ര നേരിട്ട് തിന്നില്ലേ നമുക്ക്? വെറുതെ ആണോ എല്ലും തൂലായിട്ട് നിക്കണേ? തിന്നാൻ തന്നാ ബെക്കം തിന്നണം. ആ പാടാ മക്കളെ, അനക്കെന്തൊരു ചൊണയും ചൊടിയില്ലാത്ത. നേരം വെളുത്ത അനക്ക് കോയിനോടും പയ്യനോടും കിന്നാലും പറയാനും നേരമുള്ളൂ. പോയി വേറെ വല്ല പണി നോക്കടാ. അല്ലേ നേരം വെളുക്കുമെന്നുള്ള തള്ളയായിട്ട് അറിഞ്ഞ ആ തള്ള വെറുതെ മെക്കിട്ട് കയറാൻ പറ്റുമോ മാമ? അത് വയസ്സായതിന് തിരക്കടാ മോനെ, ഇജത് കൂട്ടാക്കണ്ടാട്ടാ. ഞാനൊരു പിയ നിറച്ച മൂത്ത് ഇപ്പം കൊമർന്നാന്ന വിചാരം. മോനെ ഈ കാലത്ത് ചായ കുടിച്ചാ? മറന്നുപോയി മാമ. മറക്കേ വല്ലാത്തൊരു ആസാമിന്യ. മനുഷ്യന്മാർ എന്തൊക്കെ മറന്നാലും തിന്നുന്ന കാര്യം മറക്കൂല. പോത്തിന്യ ഈ വെട്ടുപോത്ത്. ആലി ഞാൻ പറഞ്ഞു മാമി. മോനെ ആലി. പാവം എന്തെങ്കിലും കെണി വെച്ചിട്ടായിരിക്കും ആ ബിലീസ് വിളിക്കണേ. ഈ വല്ലും കഴിച്ചോ? എടാ നേരാ നേരത്തിന് വല്ലും കഴിക്കണം. ഇത് കൂടി ഞാൻ പറഞ്ഞു തരണ. വല്ലാണ്ട് വിശക്കണു മാമി. ഏതായാലും ഇത്തിരി നേരായി. വെക്കം ചന്തി ചെന്നില്ലെങ്കിൽ നല്ല മീൻ കിട്ടൂല. പോരാത്തിന് മുറുതി ഇന്ന് വീട്ടിലുള്ള ദിവസമാണ്. എന്റെ അമ്മ വെക്കം പോയിട്ട് വാ, എന്നിട്ട് വല്ലും കഴിക്കാം. ശരി മാമി. നമ്മുടെ മന്ത്രിസഭ പൊളിയെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. പൊളിഞ്ഞ അങ്ങ് പൊളിയട്ടെ, നമുക്ക് എന്താണ് മധുര ഇച്ചിരി കുറവാണ് കേട്ടോ. അതെന്ത് പറ്റി? ആ പഞ്ചസാര ഇല്ലാഞ്ഞിട്ട്. ആ കാശിങ് വന്നിട്ട് പോയിക്ക്. എത്രയാ? ₹1.10. ഞാൻ മറന്നു പോയിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റില്ല. ഇന്നാ ബാക്കി എന്നാ പിടിച്ചോ. പോ. കൊള്ളാമല്ലോടെ ആള്. മനുഷ്യരെ കൊണ്ട് കഴിക്കാൻ നോക്കിയോ? കുഞ്ഞിപ്പാല് മോനെ, കുഞ്ഞിപ്പാല് എന്താടോ ബഹളം? മോനെ, കുഞ്ഞിപ്പാല് ഒരു പാലൊഴിക്കാത്ത ചായ കാണണ്ട. നോക്ക് ഇവിടെ നോക്കി, ഈ പുണ്ണാക്കെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാ പച്ചവെള്ളം കുടിച്ചാൽ മതി. കാലത്തന്നെ തണുപ്പുള്ള സാധനങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അതെന്തേ? ആസ്മയോ? എന്നാലേ ഈ പുട്ടുകുത്തനെ കോലുകൊണ്ട് അങ്ങോട്ട് കുത്തിയാ കുത്തേ എടോ, കുത്തേ എടോ, നീ ഒരു മനുഷ്യനല്ലേ? ഒരു ചായ കട തുറന്നാൽ എന്താ? ഇങ്ങോട്ട് നാളെയല്ല മറ്റന്നാളും കൂടെ തിരിച്ചു തരാം. എത്ര കാലത്തെ സ്നേഹബന്ധമുള്ളവരാ നമ്മള്. സ്നേഹം വേറെ, കാശ് വേറെ, അന്നമ്മ വേറെ, തുണി വേറെ. നിന്നോട് കർത്താവ് ചോദിച്ചോളൂ. അതുകള ഹിന്ദുക്കൾ പറഞ്ഞാലൊന്നും കർത്താവ് കേൾക്കത്തില്ല. ഒരു ചായ കടന്താ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നിട്ട് ചാവൂ. ചാകണെങ്കിൽ മുൻകൂർ പണം തരാണ്ട് കുഞ്ഞിപ്പാല് പച്ചവെള്ളം തരത്തില്ല. എന്നാ ഒട്ടുകാലേക്ക് പച്ചവെള്ളം, പച്ചവെള്ളം എന്താ? അങ്ങനെ വഴിക്ക് വാ. കൊച്ചയ്ക്ക് വാ. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരെ. തൊപ്പലൂടിയൻ ഊളമാപ്പള എന്റേതായിരിക്കേണ്ടിയിരുന്ന ഈ കട. ലഡ്ഡു, ജിലേബി, വട, പഴം പൊരിച്ചത്, വാത്സൽ, ഈച്ചെല്ലാം കുന്തുപോലെ കൂട്ടി വെക്കൂ. ഒരെണ്ണ അതിൽ ഒരുത്തനെ വെക്കുകയില്ല. എന്നിട്ട്
അതിന്ന് ഓരോന്നായി എടുത്ത് വായിലേക്ക് ഇട്ട് ചവച്ചരച്ച് അങ്ങനെ തിന്നും. അങ്ങനെ തിന്ന പിറ്റേന്ന് കട പൂട്ടിയത് തന്നെ. കര ഊറ്റിക്കച്ചന്റെ അമ്മായിയപ്പനെ പോരാ. അരി നേരം വെളുത്തതിന് ശേഷം ഒരു ചായ കുടിച്ചില്ല. ഇപ്പൊ ഒന്ന് പുട്ടുണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ കിടക്കുക. മേപ്പെട്ടിട്ട് പോണില്ല, കീപ്പെട്ടിട്ട് ഇറങ്ങണില്ല. നിങ്ങൾ ബേജാറാവണ്ട, അതിന് വഴി ഉണ്ടാക്കാന്ന്. ആ കാശ് തന്നിട്ട് കഴിച്ചു തന്നു നോക്കേ. അത് മനസ്സിലിരിക്കട്ടെ മോനെ കേട്ടാ. സ്നേഹമുള്ളവരെ കയ്യിൽ നിന്നാകുമ്പോ അതിന്റെ ഒരു രുചി, തിന്നുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം. ഏഴ് മനുഷ്യന് മടുക്കാത്തായിട്ട് ഒരു സുഖം കൂടിയോ ജീവിതത്തിലുള്ളൂ. അതെന്താ രാഘവേട്ടാ? ആ അത് നിക്കാതെ കഴിയുമ്പോ നീ അറിഞ്ഞോളൂ. നിങ്ങൾ ആ പയ്യനെ കെട്ടിട്ട് അടക്കളോട്ട് ചെല്ലുക. പിന്നെ നേരത്തെ മില്ലിലേക്ക് ചോറ് കൊടുത്തയച്ചേക്കണം. പുഴയിൽ കുറച്ച് തടി വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കാൻ പോവാണ്. അത്ര തിടുക്കാണെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് തിന്നോളി. നൂറിത് ഇന്ന് ഇവിടെ ഉള്ള ദിവസമാണ്. ഓന്റെ പാകം നോക്കിക്കുമ്പോ ഇത്തിരി വൈകിന് വരും. അഞ്ച് ഒരു പിന്നാര മോൻ ഓനെ ബെടക്കാക്കിന് മുഴുവൻ ഇല്ല. നേരെ ഉച്ചയാവാറായി, 15 രൂപ ഉറക്കം വന്നിട്ടില്ല. രാത്രി എന്റെ മോൻ വൈകിയാ വന്ന് കിടന്നത്. 100 കൂട്ടം പണിയല്ലേ. 100 കൂട്ടം പണി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉള്ള കാശ് മുടിക്കാൻ കൊള്ളാം. ഓൻ കാശ് മുടിപ്പിച്ചെങ്കിൽ നന്നായി പോയി. നിങ്ങൾ സമ്പാദിച്ചൊന്നുമല്ലല്ലോ, എന്റെ പാപ്പയുടെ മുതലാ. അത് മുഴുവൻ എന്റെ മോനുള്ളതാ. ഓൻ 4 ആളുടെ മുമ്പിൽ നന്നായി നടക്കണില്ല കണ്ണുപടി. കൊതിയനാ അത് നിന്നോട് മാത്രം. കാര്യം കാണാൻ എല്ലാ ആണുങ്ങളും പറയും. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജമീലെ വീട്ടിൽ കൊണ്ടാക്കിയത്? പിന്നെ ജമീലാത്ത ബാപ്പയ്ക്ക് സുഖമില്ലാതെ പോയതല്ലേ. എന്നെ എങ്ങനെ മണ്ടിയാക്കാതെ. കളി കാര്യമായ മട്ട. നീ ഇതായി എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് സാരമില്ല, നമുക്ക് ശരിപ്പെടുത്താം. നൂർദിനൊക്കെ പറയാറുള്ളതല്ലേ ഒരു കൊച്ചു വീടിന്റെ കാര്യം. എന്നും ഇങ്ങനെ ഒളിച്ചും പേടിച്ചും കഴിയാൻ പറ്റുമോ? ആ നോക്കട്ടെ. ഉമ്മായിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീ ഇപ്പൊ പോ, നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്കൊരു കൊച്ചു വീട് വേണമല്ലടി തെവിടിച്ച്. വലിയ പുറയ്ക്ക് താച്ചുമ്മയുടെ മരുമോള്. മര്യാദക്ക് ഞാൻ പറയണ മാതിരി നീ കേട്ടോ. എന്നെ കൊന്നാലും ഞാനിത് ചെയ്യില്ല. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലി കളഞ്ഞ കൊതിച്ചിരിക്കില്ലേ, ഇന്ന് തന്നെ നിന്നെ ഞാൻ പേറിപ്പിക്കും. എന്റെ മരുമോളിന്ന് വാ. അവനെത്താത്താ ദിനകര സാർ, വല്ലാത്ത ഉഷ്ണ അല്ല മുതലാളി. ഒരു വഴിക്ക് പോകുമ്പോഴാണ് എന്നിട്ട് വേഷം കെട്ട്. എന്താ? ഒരു 10 രൂപ വേണം. അത്യാവശ്യമായി തിരുവനന്തപുരത്തിന് പോകുന്നു. അതിനിടയിൽ അവന് 10 രൂപ ചോദിക്കാൻ കണ്ട നേരം. ഞാനും അത്യാവശ്യമായിട്ട് തന്നെ ചോദിക്കുന്നത്. ഇപ്പൊ 10 രൂപ മേടിക്കാൻ 100 രൂപ മുടക്കി എനിക്ക് തിരുവനന്തപുരത്ത് വരാൻ പറ്റുമോ? പറഞ്ഞേച്ച് പോകാൻ മുതലാളി. വെറുതെ അതും പറഞ്ഞ ശല്യം. എന്നാ പോ, ആ വണ്ടി വിട്. കണ്ട പെണ്ണുങ്ങൾക്ക് 1000-10,000 കൊടുക്കാം. നമ്മളൊരു 10 രൂപ ചോദിച്ചപ്പോ അവന് ശല്യം. ഓ ഒരു പെണ്ണായി ജനിച്ചാ മതിയായിരുന്നു. വാസു വാക്ക് പറഞ്ഞ വാക്ക, അവിടെ കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് പുടവതര. വിവാഹം കഴിക്കാതെ എന്റെ മുറപ്പെണ്ണ് ഗർഭിണിയായാലേ തറവാടിന് മാനക്കേടാ. വലിയ വീട്ടിൽ കയറി പറ്റിയപ്പോ നീ എന്നെ മറന്നു. അന്നേ ഞാൻ പറഞ്ഞതാ, പെമ്പിള്ളാര് 4 കാശുണ്ടാക്കേണ്ട സമയമാണ്, അത് പാഴാക്കല്ലേ എന്ന്. ഇവളൊരു ശീലാവതി. എന്നിട്ടിപ്പൊ എന്തായടി വീർപ്പിച്ചോണ്ട് വന്ന് നിൽക്കുന്നു. പണി ആടി ഇങ്ങോട്ടിറങ്ങി. നിനക്കെന്താ ഇവിടെ കാര്യം?
നോക്ക്, അത് ചെയ്യണ്ട. നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? വാസു, ഈ ഓളെ കൊണ്ട് പോ. ഓടി, ഇങ്ങോട്ട് ഓടി. കുയിലിനെ തേടി കുതിച്ച് പായും മാര നമ്മളെ പട്ടിക്കുപ്പായൊക്കെ രാഘവൻ കോഴിയായിട്ട് എങ്ങോട്ടാ? ആര്? അല്ല, രാഘവേട്ടൻ കോഴിയായിട്ട് എങ്ങോട്ടാണ്? എടാ, ഇതേ എന്റെ അമ്മാവന്റെ കാലം മുതലേ വെളുപ്പിന് കൃത്യം 4 മണിക്ക് കൂവുന്നതാ. ഇപ്പൊ ഇവൻ 1 മണിക്കൂർ ഫാസ്റ്റ് ആയിട്ടാ കൂവുന്നത്. ഇവനൊന്ന് വാച്ച് മേക്കർ എടുത്ത് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എടാ, പിന്നെ എന്ത് ചോദ്യാ കോഴിയായിട്ട് എങ്ങോട്ടാന്ന്? ഇത് എന്റെ വീട്ടിലേക്കാ, നിന്റെ വാഴയൊന്നല്ല. ഇവനെ ശരിക്ക് കട്ട് ചെയ്ത് പുളിയും മുളകൊക്കെ ചേർത്ത് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി എന്നിട്ട് വേറൊരു പണിയുണ്ട്. എന്ത്? എന്റെ ചാമ്പ കൊടുത്തു പേരപ്പ കൊടുത്തു. മാമ, നമ്മളോട് ഹോട്ടലിൽ ചോറ് വെച്ചോളാനായിരുന്നല്ലോ ഉത്തരവ്. പിന്നെ ഈ എന്തിനാ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ഹോട്ടലിലെ ചോറ് പിടിക്കില്ലെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? ആ, നമ്മളെ ഓർക്കാനും മനസ്സിലാക്കാനും ഈ ഒരുത്തനെങ്കിലും അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ വെക്കാൻ മതി, നമ്മള് വിളമ്പത്തരാ. ഈ വല്ലതും വെച്ചോ? വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. അവിടെ ചെന്നാ വേറെ പണി ഉണ്ടാവും, ചോറ് കഴിക്കാൻ സമയം കിട്ടൂല. വാ, എന്റെ കൂടെ കുത്തിട്ട് 4 പിടി വേവിച്ചോ. ഇന്ന് വീട്ടില് വലിയ ലഹളയായിരുന്നു. ഇന്നിവിടെ നടന്നു വല്ല നിങ്ങൾ അറിഞ്ഞ? അറിഞ്ഞ് മനുഷ്യന് തല പൊക്കി നടക്കാൻ കഴിയാണ്ടാവും. തല തെറിച്ചൊരു മോനുണ്ടായതിന്റെ കോണം. ഓനെ പറഞ്ഞിട്ട് എന്താ ഫലം? ഓനൊരു ബാല്യക്കാരനല്ലേ? ഓരുമ്പട്ടോള് ആ ജമീല വീട്ടിൽ നിൽക്കാത്ത ഇതിനൊക്കെ കാരണം. തക്കം കിട്ടി എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞ ഓൾ അവക്കടെ വീട്ടിൽ പോകും. അവിടെ നിൽക്കുമ്പോഴെങ്കിലും സുഖമായിട്ടിരിക്കാന്നോള് വിചാരിച്ചു കാണും. ഇവിടെ അന്റിയും ഓന്റിയും കൂടിയുള്ള പൊറുതിയല്ലേ. ഓൾ അങ്ങനെ അങ്ങോട്ട് സൂചിക്കണ്ട. നിങ്ങൾ നാളെ തന്നെ പോയി ഓളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഓളുടെ ബാപ്പയ്ക്ക് സുഖമില്ലാണ്ട് പോയതല്ലേ, പോയിട്ട് 1 ആഴ്ച ആയിട്ടുമില്ല. നിങ്ങൾ വലിയ കാര്യവിചാരം നടത്തണ്ട, പറയണ മാതിരി അങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ പേടിച്ചു പോയി. ജമിലത്താത്ത എപ്പോഴാ വന്നേ? ആലി ദ ഗ്രേറ്റ് ഡാൻസ് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിംഗ് ലൈക്ക് എ ബീ. കണ്ട ജമിലത്താത്ത ഇംഗ്ലീഷ് ചീത്ത പറയുന്നേ? സത്യമായിട്ട് നിന്നെ ചീത്ത പറഞ്ഞതല്ല. നീ മുഹമ്മദ് അലി എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഓനെന്റെ കൂട്ടുകാരനല്ലേ. ചന്തയിലെ പണ്ടാളം പാത്ര മോൻ പിടിക്കാരൻ മോഹൻലാലിനെ അറിയാത്ത നാട്ടിലുണ്ടോ? അറിയാതെ എന്തോ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് മോഹൻലാൽ ഇത്ര തന്നെ ചെയ്തോ? ഓൻ ചെല്ലിയാനോടിക്കും. മുഹമ്മദ് അലി എന്നെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ പൊന്നാലിയല്ലേ, ആ വിഷയം വിട്. അവ പച്ച തിന്നാൻ പാടില്ല, പിത്തം പിടിക്കും. നേരം വെളുത്ത് പാതിര വരെ ആലിക്ക് പണിയുണ്ട് ഇവിടെ. എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? ശമ്പളോ? ഇതെന്റെ വീടല്ലേ? നിന്റെ വീടോ? ആ, എന്ത് വകയില്? കോയാത്ത വക എന്റെ മാമയല്ലേ. മുള്ളിപ്പത്തെറിച്ച ബന്ധം. എടാ മണ്ട, ഇവര് നിന്നെ പറ്റിക്കുക. ഇന്നത്തെ കാലത്ത് നിന്നെ പോലെ പണിയെടുക്കുന്ന ഒരുത്തിന് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്നറിയോ? മാസം 100 രൂപയെങ്കിലും കാണും. 100 രൂപയോ? ആ, നീ ഇങ്ങനെ കണ്ണും തള്ളിയിരുന്നോ? ഇനിയെങ്കിലും കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാൻ നോക്ക്. കല്യാണം കഴിയുമ്പോ നിനക്കും പല ചെലവുകൾ കാണും. ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. എടാ, എന്റെ അടുത്ത് വിളവെടുക്കരുത്. മാമ നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നിനക്ക് പെണ്ണിനെ പിടിച്ചോ? സുന്ദരിയാണോ? അതിന് ഞാൻ കണ്ടിട്ട് വേണ്ടേ? മാമായ പെണ്ണ് കാണാൻ പോയത്. എങ്കി വല്ല കളവിയായിരിക്കും. പിന്നെ നല്ല മൊഞ്ചുള്ള പെണ്ണാന്നാ മാമ പറഞ്ഞേ. കൈ കഴുകി തുറന്നാത്രേ. എന്നാലേ നീ കൈയും കഴുകി കാത്തിരുന്നോ കല്യാണത്തിന്? ആ കല്യാണം നടക്കൂല. ഓനോ ദണ്ടച്ചോറ്. ഇനി ഒരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ഓൾക്ക് ആര് ചോറ് കൊടുക്കും? നിങ്ങൾ ആലോചിക്കാനാണ് ഭർത്താവ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഒരു ആലോചനയും വേണ്ട. സാവിത്രി പോയ ശേഷം നമ്മൾ എത്ര എണ്ണത്തിന് പണിക്ക് അന്വേഷിക്കണ്? ഒരെണ്ണത്തിന് കിട്ടിയോ? ഇനിയിപ്പോ കിട്ടിയാ തന്നെ തീറ്റയെ ശമ്പളം കൊടുക്കണം. അല്ല, കൊടുക്കണോന്ന്. അതുകൂടാണ്ട് കഴിയോ?
ആലിനെ കൊണ്ട് കെട്ടിച്ച തീറ്റ കൊടുത്താ പോരെ, ശമ്പളം മിച്ചോ. ഇത് ബുദ്ധി. വെറുതെ എല്ലാ നാട്ടുകാരും നിങ്ങളെ ശകുനിത്തള്ളേന്ന് വിളിക്കുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താലും ചീത്ത ജമ്മത്ത് ബാക്കി. എങ്കി വഹിക്കണ്ട, അതങ്ങോട്ട് നടക്കട്ടെ. മോളെ ഒറ്റയ്ക്കൊന്ന് കാങ്ങാൻ നടക്കേനു. എന്താ കാര്യം? മോളെ പഴയ ഒരു മിക്സി ഞമ്മക്ക് താ, പടച്ചോന്റെ കൂലി കിട്ടും. പഴയ മിക്സിയോ? ആ മോളെ, മോള് രാത്രി കിടന്നുറങ്ങുമ്പോ ഇടൂലേ കൈത്ത് മുതൽ കാല് പേരുള്ള കുപ്പായം, ആ കുപ്പായം. ഓ, മാക്സിയോ? ആ അക്കുന്തൻ തന്നെ. ഓ, ഇതിന്റെ പേര് ഞമ്മക്ക് വായൊരു പേരൂല. പാദപ്പനി വരുമ്പോ ഇടാനാ, തണുപ്പിന് വേറെ പതുപ്പ് വേണ്ടല്ലോ. ആ, അതിന് വഴിയുണ്ടാക്കാം. ഈ വീട്ടിലായിരുന്നപ്പോ ഇവിടെ നടന്ന പുക്കാറൊക്കെ അറിഞ്ഞോ? ആമിനത്താത്ത ഉള്ളപ്പോ അതറിയാണ്ടിരിക്കാൻ പറ്റുമോ? അന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞമ്മൾ പറയണത്. മോളെ സൂക്ഷിക്കണം. ഈ കുടുംബം മുഴുവൻ പിഴയാ, തന്റെ മോനെ എല്ലാം. നിങ്ങൾ കാര്യം പറ. തന്തക്കായ കാലത്ത് തന്ത. ഓഹോ, മാമയും പിഴയായിരുന്നു. പിന്നല്ലാണ്ട് 6 പിഴ. ആമിനത്താത്ത ഇവിടെ ജോലിക്ക് വരുമ്പോ എന്ത് പ്രായം കാണും? ആ, കെട്ടിച്ച പിറ്റേ കൊല്ലം കെട്ടിയോ മയ്യത്തായി. അത് പിന്നെ ഇവിടെ തന്നെ അല്ലേ, അന്നൊരു 10-15 വയസ്സ് കാങ്ങും. തൊട്ടാ പൊട്ടുന്ന പ്രായം. മാമായോ പിഴ. ഇവിടെ നല്ല കൂത്തായിരുന്നിരിക്കും. പാവം, കോയാനെ പറ്റി ഇല്ലാതെ പറഞ്ഞ പടച്ചും ശിക്ഷിക്കും. താറ്റുമാരെ ചെവി കേട്ടാൽ അതോടെ നമ്മുടെ പണിയും തീരും. തല തെറിച്ച വിത്ത് വെറുതെ അല്ല 100 ദിനം ഇങ്ങനെ മൂരിയിൽ മരുന്ന് നടക്കുന്നത്. നിനക്കത് വേണം. ഇപ്പോഴത്തെ ഉത്സവമൊക്കെ എന്തോന്ന് ഉത്സവം? പണ്ട് തിരുനക്കര ഉത്സവല്ലേ ഉത്സവം. ആനയും അമ്പാരിയും പഞ്ചവാദ്യവും കാണാൻ എന്തൊരു ചേലാണ്. അന്ന് തിരുനക്കര കൊച്ചുമ്പൽ ജയിക്കാൻ ഈ നാട്ടിലൊരാളില്ലായിരുന്നു. അവന്റെ പാപ്പനാരായിരുന്നു അറിയോ? ആരാ? അതും കൂടി നിനക്ക് അറിയില്ലല്ലോ. എന്റെ അമ്മാവനല്ലേ ആനക്കാരൻ. അമ്മാവന്റെ സൈസ് കൊണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കൊച്ചാനയാണെന്ന് കൂട്ടിക്കോ. ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയം അപ്പോഴല്ലേ കൊച്ചുമ്പൽ അടഞ്ഞത്. എന്തിനാണ് അവൻ ഇടഞ്ഞതെന്നറിയോ? കിടമ്പ് മാറ്റി എന്ന് വിളിച്ചാ സാധാരണ ആന ഇടയും. ഉണക്കലും വേണ്ട. ഇയാൾക്ക് ആരെങ്ങോട്ട് വിളിച്ചത്? പൂമുള്ളി മനക്കിലെ പിടിയാന പാർവതിക്കുട്ടി. അവളെ തൊട്ടടുത്ത് നിർത്താതെ മാറ്റി നിർത്തിയാണ് അവൻ അടഞ്ഞത്. പെണ്ണ് വിഷയത്തില് അവൻ ആളല്പം പെസകില്ല. അന്നത്തെ കാലത്ത് കൊച്ചുമ്പൻ ഇടയാന്ന് വെച്ചാൽ എന്തോന്നാ, ആറ്റം ബോംബ് വീഴുന്ന പോലെയല്ലേ. ആ പ്രദേശത്തെ കുഞ്ഞുകുട്ടി പരാധീനകളടക്കം സകലമായ പേര് ഓടി. എന്റെ അമ്മാവൻ മാത്രം ഓടിയില്ല. എന്തുകൊണ്ട് ഓടിയില്ല? രാഘവന്റെ അമ്മാവനല്ലേ, ധൈര്യം പിടിച്ചിരുന്ന് കാണും. എടാ പോടാ ഇവിടുന്ന്. എടാ, അമ്മാവനെ ആന തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കല്ലേ, പിന്നെ എങ്ങോട്ട് ഓടാൻ? ഓക്കെ, ഗുഡ് നൈറ്റ്. നീ എപ്പം? എന്നെ വിടൂ. അത് പറ്റില്ല. കുറെ ദിവസം കൂടി കൈ കിട്ടുന്നതല്ലേ. കുടിച്ചിട്ട് എന്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഇനി ഒരിക്കലും കുടിക്കില്ല. ഇന്ന് മാത്രം. ജമില പ്ലീസ്. ഞാൻ പറഞ്ഞാണെന്ന് അറിയാലോ. ആലി, പോയിത്തു നോക്കി 2 പൂവിനെ പിടിയിടാ. രാത്രി മൗലൂദ് മുസ്ലിയാർ വരും, ചോറ് കൊടുക്കണം. മക്കളെ പോലെ വളർത്തിയിട്ട്
അത് മാത്രം നമ്മളെ കൊണ്ടാവില്ല. ആമിനത്താത്തര് പറയും. ആട് മാട് കോഴിയൊക്കെ നിനക്ക് ജീവനാ. ഇക്കണക്കിന് കെട്ടിക്കൊണ്ടുവരുന്നവളോടുള്ള സ്നേഹം എന്തായിരിക്കും? ഇത്താത്തക്ക് ഈ ഒരു വർത്താനം ഉള്ളു. പാവപ്പെട്ടവനാണെങ്കിലും നീ കെട്ടുന്നവൾ ഭാഗ്യവതിയാ. ആ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുവല്ലേ. നിന്റെ മണവാട്ടിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവിടെ അവൾക്കൊരു സുഖവും കിട്ടില്ല. ഇങ്ങോട്ടല്ലാതെ എവിടെ കൊണ്ടുപോകും? 4 ഓല മറച്ചൊരു കൊച്ചു കുടില് കെട്ട്. ഈ നരകത്തേക്കാൾ നിനക്കത് സ്വർഗമായിരിക്കും. ഇത്ര നടക്കുന്ന കാര്യമാണോ? പണത്തിന് എവിടെ പോവും? ഇതുവരെ പണിയെടുത്ത കാശ് കണക്കുറഞ്ഞു വാങ്ങണം. അത് രക്ഷിക്കണേ. ഓ, എന്തൊരു ഉയരം! പേടിക്കണ്ട. സ്വർഗലോകത്ത് വരയുന്നുണ്ട്. വള്ളിയിലൊക്കെ ഉണ്ടായ മതിയായിരുന്നു. ഇതിൽ ഏതൊന്ന് പഴുത്തിരുന്നു കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ചാച്ചുമ്മയുടെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് ചക്കയുടെ കാലം വന്നാ പിന്നെ പായസം തന്നെയാ. എത്ര കുടിച്ചാലും മതിയാവൂല. നിങ്ങൾക്ക് ഇപ്പൊ പായസം വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ? എടാ നമുക്ക് എന്താ കാണിച്ചേ? എടാ ഊള, ചക്ക കെട്ടി ഇറക്കാനല്ല എന്റെ കയ്യിൽ കയറ് തന്നത്. ഉളത്തോളെ ചക്ക പൊട്ടിയതൊക്കെ തിന്നൂടെ? മുറിക്കുന്ന കഷ്ടപ്പാടും കുറഞ്ഞു കിട്ടും. കത്തി താഴെട്ടാലേ അതിന്റെ മൂർച്ച പോവും. മനുഷ്യ ജനിച്ചിട്ട് കാര്യമില്ല. ബുദ്ധി വേണം, ബുദ്ധി ബുദ്ധി. അന്ന കണ്ടിട്ട് കുറച്ച് കാലായല്ലോ. ഇപ്പൊ നല്ല കച്ചവടാന്ന് തോന്നുന്നു. അതൊന്ന് കൊഴുത്തിട്ടുണ്ട്. കാലത്തെ തോന്നിയ ദിവസം പറയാതെ തള്ളേ. ഇനി അന്റെ പപ്പടം കൊണ്ട് യൗത്തോട്ട് ചെല്ല്. നല്ല കച്ചവടേക്കും. ഓളെവിടെ പോയി? ഓ, കിണറ്റിൽ വെള്ളം കുടിക്കാൻ പോയിണ്ടാവും. ഡാലി, ഈ ആ പപ്പടക്കാരിനെ കണ്ട ഇങ്ങോട്ട് വന്നിരുന്നല്ലോ. ഇല്ല, നമ്മള് കണ്ടില്ല. ഓളെവിടെ പോയി? പിന്നെ നിങ്ങൾ ആ പപ്പടക്കാരിനെ കണ്ട? ഓളെ കൊട്ട പറാന്തയിൽ ഇരിപ്പുണ്ട്. ഓളെ കാണാനില്ല. ഞമ്മളിപ്പോ ബറാന്തന്നല്ലേ വരുന്നത്. അവിടെ ഒരു കൊട്ടയും കണ്ടില്ല. നേരോ? ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണല്ലോ. ഓ, ഇങ്ങൊക്കെ തോന്നിയതേക്കും. ചെലപ്പോ ഇല്ലാത്തൊക്കെ ഞമ്മള് കാങ്ങും. കുരുത്തം കെട്ട ജിന്നുകളെ പണിയാ. എന്റെ റബ്ബേ. മാമി, ഈ പശു ഒന്ന് പിടിച്ചേ, മരുന്ന് കൊടുക്കട്ടെ. കോയ പണ്ടേ കൊടുക്കേണ്ടതായ നീ തോയി. ഇപ്പൊ ഈ മൃഗത്തിനെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ.
എങ്ങോട്ടടി? എന്റെ വീട്ടിലേക്ക്. ഓ, എന്തോ കണ്ടതും വേണ്ട അവളുടെ ഒരു ഭൂമി വിൽക്ക്. ആണുങ്ങളാവുമ്പോഴൊക്കെ സാധാരണയാണ്. അതെയോ? പെണ്ണുങ്ങൾ വിചാരിച്ചാലും സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനിറങ്ങിയിരിക്കുകയാണോ? അത്രയ്ക്ക് നാണം കെട്ടവളല്ല ഞാൻ, നിങ്ങളെ പോലെ. പേടിപ്പിക്കാതെ. കണ്ട തേവടിച്ചുകളുമായി പുറത്ത് അയഞ്ഞാടുന്നു കേട്ടിരുന്നു. ഇന്ന് കാണുകയും ചെയ്തു. ആ നിമിഷം നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. എടി നിൽക്കാൻ. എന്റെ അനുഭവമില്ല, നീ പോകുമല്ലേടി? കൊന്നാലും ഇനി നിങ്ങളോട് ഓടാൻ കഴിയില്ല. അതൊക്കെന്താ പ്രാന്ത? എന്തിണ്ടായി മോളെ? നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട മാമ. പിന്നെ ആരടി നിന്റെ കാര്യം അന്വേഷിക്കുന്നത്? നിന്റെ മറ്റവനോ? മറ്റവനല്ല, മറ്റവൾ. ഈ മനുഷ്യന് മറ്റവളുമാര് കൂടിപ്പോയി. അതിലൊരുത്തിയായി കഴിയാൻ എന്നെ കിട്ടില്ല. കേട്ടോടി, നിന്റെ വളർത്തു കൊടുത്തുന്ന കൂലി കിട്ടിയോ? ആണുങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വളർന്നോ ഇവള്? നിങ്ങളത് മാറുന്നുട്ടോ. അടിച്ചുകൊണ്ട് എല്ലാം ഒടിക്കാത്തന്റെ കേടാ. ഈ നാട്ടിൽ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ ധിക്കരിച്ച് പരി ഇറങ്ങിയാൽ ആ നിമിഷം തന്നെ ഞാൻ മൊഴിയുന്നു. ആണുങ്ങളുടെ അവസാനത്തെ ആയുധം. പെണ്ണിനെ മടുത്താൽ, വേറൊരുത്തിയെ മോഹിച്ചാൽ, വീണ്ടും സ്ത്രീധനം വേണമെന്ന് തോന്നിയാൽ അപ്പോഴൊക്കെ മൊഴി ചൊല്ലാം. അന്ന് വരെ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട സാധു സ്ത്രീയെ തെരുവിലിറക്കി വിടാം. അത്തരം ആണുങ്ങൾ ഉള്ളിടത്തോളം നമ്മുടെ സമുദായം നന്നാവില്ല. ആണും പെണ്ണും കെട്ടവന്റെ ഒക്കെ കുട്ടികൾക്ക് ചെലവിന് കൊടുത്തോളാന്ന് പറയുന്ന ഇവരെല്ലാം കൂടി പാവം പെണ്ണുങ്ങളെ വേശ്യയിലാക്കി അടങ്ങും. എന്റെ തീരുമാനം മറിച്ചാണ്. നിങ്ങൾ ആണുങ്ങളല്ലേ മൊഴി ചൊല്ലലിന്റെ കുത്താക്കാർ. ഒരു മാറ്റത്തിനായി നിങ്ങളെ ഞാൻ മൊഴി ചൊല്ലുന്നു. 3 മൊഴി ചൊല്ലി ഈ ബന്ധം ഞാൻ വേർപെടുത്തുന്നു. അങ്ങനെ അമ്മാവൻ കാട്ടിലോട്ട് കയറി. വെടിവെപ്പും തുടങ്ങി. തുരുതുരാന്നല്ല വെടിവെപ്പ്. കാണ്ടതിനെല്ലാത്തിനും കാച്ചി. ആന, കുതിര, ഒട്ടകം, സിംഹം, പുലി, ചെന്നായി എല്ലാത്തിനും കൂടെ കാച്ചി. കാട്ടില് കുതിരയുണ്ട് രാഘവേട്ട. കാട്ടില് കുതിര കുതിര ഉണ്ടോ? കുതിര ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞോ. കുതിര ഏതാ ഊള? ഏതാ എന്റെ അമ്മാവന്റെ കാലത്തുണ്ടായിരുന്നു. അത് ഈ വനനശീകരണത്തിൽ പെട്ടിട്ട് എല്ലാം നശിച്ചു പോയതാ. ഓ എന്റെ മോനെ കുളം കളിക്കാരേ. അങ്ങനെ അമ്മാവൻ വെടിവെച്ച് തളർന്ന്. തോക്കിലാണെങ്കിലും ഉണ്ടില്ല. അവസാനം നോക്കുമ്പോ ഒരൊറ്റ ഉണ്ട് ബാക്കിയുണ്ട്. അങ്ങനെ ഇരിക്കാൻ നിൽക്കുന്ന 2 പേര് ആരാ? അമ്മാവികളായിരിക്കും. പോണ ഊള ഇവിടുന്ന്, പോണ ഇവിടുന്ന്. ഒരാനിയും. ആനിയോ? ആ ആനയുടെ കെട്ടിയോട് ആനി. ഓ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ആ പൊന്നമ്മാവൻ കുഴഞ്ഞു പോയത്. എന്തേനി? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ തോക്കിൽ ഒരൊറ്റ ഉണ്ടേ ഉള്ളൂന്ന്. ആനക്കിട്ട് വെടിവെച്ചാൽ ആന അമ്മാവനെ കൊല്ലും. ആനക്കിട്ട് വെടിവെച്ചാൽ ആന അമ്മാവനെ കൊല്ലും. എന്ത് ചെയ്യും? അമ്മാവൻ ആകെ ഡിസ്ട്രിബ്യൂഷനായി പോയില്ലേ. ഭാസ്കര മോനെ, അമ്മാവൻ ആരാണ് മോനെ? എളിന്ന് മടക്കി വെച്ചാത്തി ഇങ്ങോട്ട് എടുത്ത് കടിച്ചങ്ങോട്ട് നിവർത്തി. ഒരു കൈ കൊണ്ട് തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടി, മറ്റേ കൈ കൊണ്ട് പിച്ചാത്തി ഇങ്ങനെ എടുത്തിട്ട് തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് കത്തിയുടെ വായ്ത്തല നോക്കി ചൊറച്ച വെടിയാണ്. ഉണ്ട 2ആയി ഇങ്ങനെ പിളർന്നിട്ട് പാതി ആനിക്കും പാതി ആനയ്ക്കും. അതാ കട്ടിക്കണ ചക്ക വെട്ടിട്ട പോലെ. ഭയങ്കരം തന്നെയല്ലേ പിന്നെ എന്റെ അമ്മാവേ. ഉമ്മയുടെ വിചാരം ഞാൻ മധുരയ്ക്ക് ബിസിനസ്സിന് പോയിരിക്കുന്നു എന്നാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്ര പണം വേണമെങ്കിലും ഉമ്മ തരും. പാവ ഉമ്മ. ഇതെന്താ മോശപ്പെട്ട ബിസിനസ് ആണോ? ഇതുപോലെ 1-2 ഉമ്മ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് കടലമുട്ടായ സ്പെഷ്യലാണ്. എന്താ സ്പെഷ്യൽ എന്നറിയോ? എടാ ഊളാ, ഇത് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. സാധാരണ ചോദ്യം എന്റെ വകയാ. ഇത് ചോദ്യം ഉത്തരം നീ എന്ന് പറഞ്ഞല്ലോ. ഞമ്മൻ നിക്കാഹ് ഉടനെ ഉണ്ട്, നിങ്ങൾ വരണം. ഇല്ല, ദൂരാണെങ്കിൽ എന്നെ കൊണ്ടാവൂല. ചായ കുടിക്കാൻ പോലും കാശില്ലാതെ അതുകളെ. പിന്നെ ഞാനില്ലെങ്കിലും നിന്റെ നിക്കാഹ് നടക്കും. പെണ്ണെങ്ങനെ മൊഞ്ചത്തിയാളോ? ആണെന്നാ മാമ പറഞ്ഞേ. കൊലൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കല്യാണത്തിന് തീറ്റി നമുക്കൊന്ന് കസറണം. കല്യാണപ്പിറ്റേന്ന് മൂപ്പര് സദ്യ വെക്കാണ്ടിരിക്കൂല. നമ്മളെ വിളിക്കാൻ മറക്കരുതേ. അത് പിന്നെ പ്രത്യേകം പറയണോ? സദ്യന്റെ ആദ്യത്തെ പാത്രം രാഘവേട്ടൻ. ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി, കോഴി പൊരിച്ച്, മീൻ പൊരിച്ച്, സകല സാധനങ്ങളും ഏറ്റു ഏറ്റു. ചെറുപ്പത്തിലെ ആശിന്റെ ഉമ്മയും ബാപ്പയും മരിച്ചു.
പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന നമുക്ക് ആയ മാതിരി ഓളെ വളർത്തിയിരിക്കുന്നു. ആരെങ്കിലും കൊടുക്കുന്ന പഴയ കുപ്പായ അല്ലാണ്ട് ഒരു പുത്തൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണീര് കുടിച്ച് വളർന്ന ഓക്കിന് പാപ്പയും ഉമ്മയും എല്ലാം നിങ്ങളാണ്. ആശിനെ നിങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുന്നു. എല്ലാറ്റിനും പഠിച്ചോണ്ടെടുത്തനുണ്ട്. ഓളെ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ ആസിനെ ഇങ്ങോട്ട് വിളിക്കും. പോകാൻ നേരായി. വീട്ടിൽ ചെന്നിട്ട് മൂപ്പർക്ക് കൊച്ചിക്ക് പോകാനുള്ളതാ. പാവങ്ങളാണെങ്കിലും നാട്ടു നടപ്പ് നോക്കണ്ടേ. ആലി 2 ദിവസം പിടയ്ക്കട്ടെ. എന്നിട്ട് 2 പേരെ ഞാൻ തന്നെ അവിടെ കൊണ്ടാക്കാം. തുറന്നു പറയുമ്പം വിഷമം വിചാരിക്കരുത്. മാളികയില് ഞങ്ങളുടെ മോനെ പോലെ കഴിയണ ഇവനെ ഈ കുടില് കഴിയാൻ ഒക്കില്ല. നാട്ടു നടപ്പൊക്കെ നിങ്ങൾ കള. തടസ്സം പറയേണ്ട ആസിനെ വിളിയും. നിങ്ങൾക്ക് ഓളോട് തോന്നുന്ന സ്നേഹം കാണുമ്പോ അവക്കും നല്ല കാലം വന്നു എന്നാ തോന്നുന്നത്. മോളെ ആശി, നല്ല പേര് കേൾപ്പിക്കണം മോളെ. പടച്ചോക്കാക്കും. എന്റെ മോള് പോയിട്ട് വാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ മുമ്പിൽ കയറിക്കോ.
എന്നാ നിങ്ങള് കൊച്ചിക്ക് പോവാന്നൊക്കെ അറിയിക്കണ്ട. വാ മോളെ. എടാ എന്താ കണ്ണൂർന്ന് സ്വപ്നം കാണുക? ഇങ്ങോട്ട് ഇറങ്ങടാലിയെ. മാമ എന്താ പറഞ്ഞേ? കുന്തം. ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഈ കൊരങ്ങൻ കള്ളുടിച്ച് ആയല്ലോ. മോനെ, കൊച്ചിന്ന് വരുമ്പോ അനക്കും ഓൾക്കും പുതിയ തുണിയും കുപ്പായും നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. പിയാപ്പിളയല്ലേ, ഒന്ന് കസറണം. ഇതൊരു കൊണ്ടുപോ. പിന്നെയും വന്ന അപാദപ്പനി. എന്ത് ചെയ്യാനാ മോളെ, നമ്മളെ കൊണ്ടേ പോകൂ. അന്റെ പേരെന്താണ്ടി? ആസീന. ഓക്കെന്താ നാക്കില്ലേ? എന്താണ്ടാലേ അന്റെ ആ വലിയ പെട്ടിയില് ഓളെ ചിരുതനാ പെരുത്തുണ്ടല്ല. ചാവാൻ കിടന്നാലും തള്ളട നാവടങ്ങൂല. നിനക്ക് വെക്കാനുള്ളമാനൊക്കെ അറിയില്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് എന്റെ മോളെ അടുക്കളയിലോട്ട് ചെല്ല്. കണ്ടില്ലേ തള്ളയുടെ ഒരു ഇരിപ്പ്? രാത്രിയിലേക്കുള്ള വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. ഈ ആട് കൊള്ളാലോടി, ഇതിനൊക്കെ നല്ല രുചി. ആമിനത്താത്തിക്ക് കഞ്ഞി കൊടുത്തിട്ട് ആലിക്കുള്ള ചോറ് അടുക്കള വരാന്തയിലോട്ട് വെച്ചു കൊടുക്ക്. ഈ വല്ലം കഴിച്ചിട്ട് എന്റെ മുറിയിലോട്ട് വാ. മതി മതി, വയറ് വല്ലാണ്ട് നിറഞ്ഞു. ഇപ്പൊ നമ്മളെ പറ്റിച്ചു. മുറിലോട്ട് വാ. വല്ലതും കഴിച്ച? വല്ലതും കഴിച്ചിട്ട് അങ്ങോട്ട് വാ. അതാണ് നമ്മുടെ മുറി. വരൂല്ലേ? എന്താന്നും മിണ്ടാത്തെ? കാണിച്ചിട്ടാ?
ഇന്നൊക്കെ എന്ത് കല്യാണം. എന്റെ കല്യാണത്തിന് 7 ദിവസം വിരുന്നായിരുന്നു. പള്ളിയിൽ ചന്ദനക്കുടത്തിനുള്ള ആൾക്കൂട്ടം, ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി, എന്തിന് പറയണ്. തിന്ന് തിന്ന് വയറ്റിളക്കം പിടിക്കാത്ത ഒരുത്തൻ ഈ കരയിലില്ല. കല്യാണം കഴിയുമ്പോ ഞമ്മക്ക് വയസ്സ് എത്രയെന്നറിയോ എനിക്ക്? 12. അന്നൊക്കെ വലിയ ഉറക്കപ്രാന്തിയാ ഞമ്മള്. മോന്റെ ആവുമ്പോ കയറി കിടന്നാല് നേരം വെളുത്താലും എനിക്കില്ല. ഉറക്കത്തിന്റെ ഇടയില് ആന വന്നു കുത്തിയാലും ഞമ്മ അറിയൂല. കല്യാണം കഴിഞ്ഞ രാത്രി പെണ്ണുങ്ങളൊക്കെ കൂടി ചേർന്ന് ഞമ്മളെ മണിയറലാക്കി വാതിലടച്ച്. അതുവരെ ഉറക്കൊഴിച്ച ഞമ്മള് കിടക്കേ കയറി കിടന്നത് ഓർമ്മയുണ്ട്. ഒറ്റ ഉറക്കം. ഇതിന്റെ ഇടയില് നുറുദീന്റെ ബാപ്പ വന്നതും കൂടെ കയറി കിടന്നൊന്നും ഞമ്മക്ക് ഓർമ്മയില്ല. അന്നൊക്കെ മൂപ്പര് വല്ലാത്ത പഹേനായിരുന്നേ. അകത്തോട്ട് വന്നോളി. ഇങ്ങനെ നാണിച്ചാലോ? പുതുപ്പെണ്ണിനെ കയ്യിൽ കെട്ടാനുള്ള അവന്റെ ഒരു തന്ത്രപ്പാടേ ഒന്നടങ്ങി നില്ലടാ ആലിയെ. മേലൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നു. ഈ പോയിട്ട് ഒരു തലവേന്റെ ഗുളിക വാങ്ങിട്ട് വാ. എനിക്ക് ഉറക്കം വരുന്നു. നീ കിടക്കാൻ നോക്ക്. നീ എങ്ങോട്ടാ പോണ? ഇന്ന് നുറുദീന്റെ ബാപ്പ ഇവിടെ ഇല്ലാത്താണ്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. ആമിനത്താത്തനെ വിളിച്ച് കിടത്താന്ന് വിചാരിച്ചാല് പഴച്ചയ്ക്ക് വാദപ്പനിയാ. പകരണ സൂക്കടാ. നീ ഇന്ന് രാത്രി ഇവിടെ കിടന്നോ. ഞമ്മളാണ് നിരാവത്ത് കോയിനൊഴിച്ചിട്ട് മതി. പെണ്ണിനെ കെട്ടാണ്ടാണ് ഉറക്കം വരണില്ല അല്ലേ? അതിനെന്താ മോ മഞ്ഞു കൊള്ളണ്ട. ആസേ താത്തുമാനെ കൂടെ കിടന്നിക്കണ്. ഈ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്നോടല്ലേ പറഞ്ഞേ? ഞാനിപ്പോ താത്തുമാനെ വിളിക്കും. പിന്നെ എന്റെ പാട് പങ്കപ്പാടാകും. ഈ മര്യാദക്ക് പൊയ്ക്കോ. മുത്തനാളെന്താ ശരിക്ക് മണത്ത് മണത്ത് വന്നേക്കണ് നമുക്ക്. നോർക്കാൻ പോയി എന്റെ പടച്ചവനെ.
എണീക്കാൻ ഒരു പുയ്യാപ്പട ചമയല്. നേരെ ഉച്ച പറയാ കോയിനെ തുറന്നു വിട്ടിട്ടില്ല, പയ്യന് വെള്ളം കൊടുത്തിട്ടില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ കാണട്ടെ. തലയിൽ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് കൊട്ടു. ഇതൊരു പുയ്യാപ്പട ചമയല്. താച്ചുമനെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടായിട്ടാണ്. നേരം വയ്യന് നിനക്കും പിണക്കാണോ? ഓർമ്മ വെച്ച പിന്നെ എണീക്കാൻ എത്തി താമസിച്ച ഇന്ന. എന്നാലും മാമി ഇങ്ങനെ ചീത്ത പറഞ്ഞല്ലോ. ആ പോട്ടെ, നമ്മുടെ മാമിയല്ലേ. ഇതൊക്കെ ആസി കേട്ടോന്നാ പേടി. കേട്ടെങ്കിൽ വല്ലാത്ത കുറച്ചിലായി. നീ എന്നേക്ക്, നിന്നെ കൊണ്ടാവില്ല. ദേ ഇത് കണ്ടോ, ഞമ്മളാട്ടിയാല് ഇത് മിഷ്യന്മാര് ചുറ്റും. അലി, ഈ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നാ പറ്റൂല. അകത്തെ പണിയൊക്കെ ഓള് നോക്കിക്കോളും. ഈ മാർക്കറ്റിൽ പോവാൻ നോക്ക്. ആ ഭരണ വഴി മില്ലി കയറി അബൂക്കാരനോട് ഇങ്ങ് വരാൻ പറ. ആ ഇന്നലെ രാത്രി മുഴുവൻ ഞമ്മൾ ഉറങ്ങിയിട്ടില്ല. വരും വരുമെന്ന് കാതോർത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് വന്നാലെന്നറിയോ, ആ പണ്ടാരക്കളത് യാമിനാത്താത്ത എനിക്ക് വന്ന ദേഷ്യത്തിന് അതിനെ കൊന്നുകളയാൻ തോന്നി. ഇന്നലെ രാത്രി നീ ഉറങ്ങിയോ? ഇന്നും അമ്മ വരാണ്ടിരിക്കില്ല. അപ്പൊ പിന്നെ നിന്റെ ഉറക്കം ഞമ്മടെ കൂട്ടത്തില. പക്ഷെങ്കിൽ ഇന്നും ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ രാത്രി മുഴുവൻ ഇന്ന് ഉറക്കൂല. ഈ ഇതുവരെ പോയില്ലേ? പുറപ്പെട്ടു കഴിഞ്ഞു മാമി. അകത്ത് 10 രൂപ അകത്ത്. ഇത് 5 പുറത്ത്. 10 അകത്ത് 5 പുറത്ത്. 10 രൂപ അകത്ത്. 5 പുറത്ത്. 10 ഇത് 5 പുറത്ത്. 5 പുറത്ത്. 10 രൂപ എവിടെയാണല്ലോ കയറി പിടിക്കുന്നത്? നടക്കടാ അവിടുത്തെ. പബ്ലിക് സ്ഥലത്ത് പണം വെച്ച് ചീട്ട് കളിയോ? ആരാടാ ഓടിപ്പോയത്? എന്റെ പൊന്നേമാൻ, എനിക്ക് അവരറിയില്ല. ഞാൻ അവരാദ്യമായിട്ട് ഇവിടെ കാണുന്നത്. എനിക്ക് ചീട്ടളി അറിയില്ല. ചീട്ടുകളി അറിയില്ല. നീ എന്ത് പുണ്ടാണ് നോക്കി നിൽക്കുന്നത്? ഇതാ ഞാൻ ഇത് നോക്കിണ്ട നോക്കി. ചീട്ട് കളിച്ചതിന്റെ തൊണ്ടി കയ്യിൽ വെച്ചോണ്ട് കള്ളം പറയുന്നോടാ. നിന്റെ പേരിൽ കേസെടുക്കാതെ വിടില്ല. ഓഹോ, ഏമാൻ എന്റെ പേരിൽ കേസെടുക്കാതെ തന്നെ വിടുകയില്ല. തൊണ്ടി സഹിതം പിടിച്ച കേസ് എടുത്തേ പറ്റൂ. ആ എന്നാലേ എന്റെ പേരിൽ വേറൊരു കേസും കൂടി എടുത്തോളൂ. എന്ത് കേസ്? ബലാത്സംഗ കേസ്. ബലാത്സംഗ കേസോ?
അനക്കെന്താ പിരാന്താ? ആ ചോപ്പോളം നമ്മളെടുത്ത് 2 ദിവസം പോയിഞ്ഞോളി. ആ, ആളെ വക്കാറാക്കാൻ വന്നല്ലേ നമ്മള് വിചാരിച്ചേ. ₹5. അത് കൂടുതലല്ലേ? ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വാങ്ങുമ്പോ വില നോക്കരുത്. ഇന്ന് ഞാനൊരു വെട്ടുകൊട്ടു. നെയ്ച്ചോറ്, ബിരിയാണി, നിർത്തിപ്പൊരിച്ച കോഴി, കടത്തിപ്പൊരിച്ച മീന്, പത്തിരി. എന്തൊരു മണം! നല്ല നെയ്യ് കിടന്നിട്ട് മൊരിയുന്ന മസാലയുടെ മണം. ഞാനിന്ന് കോഴിക്കോട് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ നിനക്കൊന്നും തന്നില്ലല്ലോ. ഇനി 2ആൾക്കും കൂടി ആയിക്കോട്ടെ. നല്ല കോഴിക്കോടൻ അലുവ. അയ്യോ, വിശന്ന് ജീവൻ പോണേ. ഒന്ന് വേഗം ചവിട്ട് വിട്, വട്ടി വിട്. ആ പോട്ടെ, സ്പീഡ് പോട്ടെ. വിശപ്പ് കഴിക്കാൻ വയ്യ. പോട്ടെ, റൈറ്റ്. വാ. ഞമ്മക്ക് സ്വന്തം ഇക്കാനെക്കോട്ടാണ്. മൂപ്പർക്കൊന്ന് ജീവനാ. കല്യാണം എന്ന് കേട്ടപ്പോ തുടങ്ങിയതാ നിന്നെ കാണാനുള്ള തിടുക്കം. കണ്ട് തൃപ്തിയായി. നല്ല ഐശ്വര്യമുള്ള കുട്ടി. അടി, നീ ഭാഗ്യമുള്ളവനാ. എല്ലാ യോഗത്തിനും വലുതാ മാലയോഗം. പക്ഷെ എന്റെ മുണ്ടക്കാട്ട ഭഗവതി, നല്ലത് വരുത്തണേ. മതി. അടി, പൂ പോലത്തെ പെണ്ണ. കണ്ണീര് കുടിപ്പിക്കാതെ നല്ലോണം നോക്കണം. ഇങ്ങോട്ട് കുത്തിയിരിക്കും. ചാപ്പാണ്ട് വട്ടായ നോക്കിട്ട് വരാം. ആ, വൻകുടലെ ചെറുകുടലിന് തിന്നാൻ തുടങ്ങി. വേഗം വിളമ്പാൻ പറ. കണ്ടവനൊക്കെ വെച്ച് വിളമ്പൻ ഇതെന്താ ഹോട്ടലാ? ഇവനോ സക്കാത്ത്, കൂടെ കെട്ടിയോളും. ഇതൊന്നും പോരാണ്ട് വിരുന്നിന് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്നേഹിതനെ. ഇറങ്ങി പോകാൻ പറയണ അവനോട്. ഹോട്ടലിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കണേനൊക്കെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പോണ്. എന്റെ പെണ്ണിനെ കണ്ടപ്പോ തന്നെ എന്റെ വയറ് നിറച്ചു. ഇങ്ങോട്ട് നോക്ക്. എടാ, ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല, മനസ്സ് തട്ടി സന്തോഷമായിട്ട് പറയുന്നതാ. ഇനി നിന്റെ കോഴിയും പത്തിരിയൊന്നും ഈ വയറ്റിന് അകത്തേച്ചിട്ടില്ല. നോക്ക്, എന്നെ ചൊല്ലി നീ വിഷമിക്കരുത്. ആസി, ഇങ്ങനെ നാണിച്ചാലോ? നിനക്ക് വേണ്ടി വാങ്ങിയതാ. കയ്യും കെട്ടിക്കേ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. രാത്രിയും പകലും ഉറക്കല്ലാണ്ടായാലും മനുഷ്യന് ഭ്രാന്ത് പിടിക്കുമല്ലോ എന്റെ റബ്ബേ. കയ്യും കാലും കഴിച്ച് വിട്ടു പോണ പോലെ. ആമിനാന്റെ വാദപ്പനി ഞമക്കും പകർന്നു എന്നാ തോന്നുന്നു.
എന്റെ മോളെ ഈ കാലം ഒന്ന് തിരുമിക്കേ. നിന്റെ കയ്യിലിടാൻ പകല് മുഴുവൻ നോക്കി, പറ്റിയില്ല. എന്റെ പതിരങ്ങളെ, ആസി, ആസി, നിനക്ക് വള ഇഷ്ടപ്പെട്ടോ? നിന്റെ വെളുത്ത കൈക്ക് ചുവപ്പ് വള നന്നായി ചേരും. എവിടെ, ഒന്ന് കാണട്ടെ. ആസിക്ക് എന്നെ ഇഷ്ടായോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇഷ്ടപ്പെട്ടെന്നോ ഇല്ലെന്നോ? കേൾക്കാൻ കൊതിയായിട്ടില്ലേ? എന്നിഷ്ടായോ? പേരെത്തിഷ്ടാണോ? നമ്മുടെ കല്യാണത്തിന് നുറുക്കാൻ വന്നില്ലല്ലോ. എനിക്ക് 100 കൂട്ടം പണിയുണ്ടായിരുന്നടാ. ആ, നിനക്ക് പെണ്ണിനെ പിടിച്ചോ? പിന്നെ ഞമ്മളെയും പേത്തിഷ്ടായെന്ന് ആസി പറഞ്ഞേ. ഇക്കൊക്കെ ചായയോ കാപ്പിയോ വേണോ? ഞാനൊന്ന് ഉറങ്ങട്ടെ, വല്ലാത്ത ക്ഷീണം. നൂറുദീന്റെ മാതിരി ഒരു ആൺകുട്ടി ഇന്നാട്ടിലില്ല. ഓന്റെ ഒരു നടത്തവും തലയെടുപ്പും കണ്ടാലേ ആര് കുതിച്ചു പോകും. ഓന്റെ അടുത്തൂടെ പോയ സുവർക്കത്തിന്റെ മണല്ലേ. ഞെക്കുമ്പോ ചീറ്റണ അത്ര മേത്തോം പെരട്ടി നടക്കണത്. തേ നിക്കണ ഒരുത്തൻ തീയാ പ്ലാനോലെ അടുത്ത് വന്നാലേ കോയിന്റെ പയ്യന്റെ ചൂര. എന്റെ ഒരു യോഗം. മോനെ ആലി, ഓ, നീ പള്ളി ചെന്ന് മുസ്ലിയരുടെ ഏഷ കഴിഞ്ഞ് ഒന്ന് ഇവിടത്തോളം വരാൻ പറ. ഇന്ന് വെള്ളിയാഴ്ച നല്ല ദിവസമായിട്ട് രാത്രി പോദിക്കണം. എന്റെ മോൻ വെക്കം പോയിട്ട് വാ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മണി 9:30 ഇവനെ മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകണം. ഞാൻ ആലിയെ സബ് ജയിലിൽ വന്ന് കണ്ടോളാം. എടോ കുഞ്ഞിപ്പാലോ, കുഞ്ഞിപ്പാലു എടോ കുഞ്ഞിപ്പാലോ, രണ്ട് പാലും വെള്ളം, രണ്ട് പാലും വെള്ളം. നിന്റെ അമ്മയുടെ വിസില് മനുഷ്യൻ ഞെട്ടിയ ഞെട്ടെന്തുവാ? വലിയ പോലീസാണെന്ന ഭാവം. പോലീസ് തന്നെ കഴിവറമനെ. എന്റെ വിസിലാരോ? ഈ മൂക്ക് റൗഡികളുടെ കേന്ദ്രമായിരുന്നു. ഇപ്പൊ റീച്ചുണ്ടോ നോക്കി. അതാണ് ഇടിയൻ തോമയുടെ കഴിവ്. നീ ഇവിടെ നിൽക്ക്. എന്റെ ഭാര്യ വിസിലടിക്കുന്നു. പ്രോസിക്യൂഷൻ ഭാഗം മനഃപൂർവ്വമാണ് ആസിയെ സാക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത്. FIR-ലും അവരെ പറ്റി ചില അവ്യക്തമായ സൂചനകളേ ഉള്ളൂ. ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. മോഷണത്തിനിടയിൽ നടന്ന കൊലപാതകമാണ് ഇതെന്ന പോലീസ് ഭാഗം വാദത്തിന് ഏറ്റവും ദോഷം ചെയ്തേക്കാവുന്ന ഒരു സാക്ഷിയെ ഒഴിവാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു സ്പെഷ്യൽ കേസ് നിലയിൽ നമുക്കവരെ വിസ്തരിക്കാമെന്ന് വെച്ചാൽ അവരുടെ അഡ്രസ്സും കയ്യിലില്ല. അത് ഞാൻ തേടിപ്പിടിച്ചിട്ടുണ്ട്. ആലി എന്നോട് പറഞ്ഞതനുസരിച്ചുള്ള യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കാൻ ആസിയെ വിസ്തരിച്ചേ പറ്റൂ. ഞാനിവളെ നേരിട്ടൊന്ന് കാണാൻ പോവുകയാണ്. ഈ കേസിനോട് നീ കാട്ടുന്ന താല്പര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതും സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കി. നൂർദീൻ നല്ലവനായിരുന്നു എന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എ ഗുഡ് പബ്ലിക് റിലേഷൻസ് എഫർട്ട്. നാട്ടുകാരുടെ കണ്ണിൽ മണ്ണിടാൻ എളുപ്പമാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. കം ടു ദ പോയിന്റ്. ആദർശത്തിന്റെ പേരിൽ സ്വന്തം കരിയർ നശിപ്പിക്കരുത്. ഈ കേസ് എടുത്ത് നടത്തുന്നതിന്റെ പേരിൽ
നമ്മുടെ സമുദായത്തിലെ പല ഉന്നതന്മാരെയും നീ വെറുപ്പിച്ചിരിക്കുകയാണ്. അവരിൽ പലരും പണക്കാരായ നമ്മുടെ കക്ഷികളുമാണ്. പണം പണം അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. ആ, ഇന്ന് ഹിയറിംഗ് ഉള്ള 2 കേസുകൾക്കും അവധിക്ക് അപേക്ഷ കൊടുക്കണം. ഞാൻ ആശയെ കണ്ടിട്ട് വരാം. ശരി. അല്ല, മാമ പിണങ്ങും. തർക്കത്തിൽ തോക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. നീ വലിയ വക്കീലല്ലേ, പിന്നെ നിന്റെ ബാപ്പയ്ക്ക് ഞാൻ എന്ത് മറുപടി എഴുതണം? നല്ല ആലോചനയാണ് അത്രേ. ചെറുക്കൻ ഡോക്ടറാ, പ്രായം കൊണ്ടും ചേരും. നീ വാശി പിടിക്കരുത്. ഇല്ല മാമ, ഇത് നടക്കില്ല. ഇതിന് ഉത്തരം ഞാൻ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞല്ലേ. എന്നെ നിർബന്ധിക്കരുത്. മോൾ എന്ത് പറഞ്ഞാലും ഇത് പറയാൻ നമ്മൾ ആശിനെ വിടൂല. ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് ആശയല്ലേ. നിക്കാഹ് വെച്ച സ്വന്തം ഭർത്താവിനെ രക്ഷിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ. മോൾ ആ കുട്ടീന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാൻ കണ്ണീരില്ല. നിക്കാഹ് കഴിഞ്ഞപ്പോ പടച്ചോ ഓള് നേരെ കനിയെന്നാ നമ്മൾ വിചാരിച്ചത്. പക്ഷേ മറിച്ചട്ടിന്ന് എരുത്തിയിലോട്ടാണ് എന്റെ മോള് വീണത്. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു വേലക്കാരത്തിനെയും. ഏത് പണക്കാർക്കാ കണ്ണി ചോര കൊടുക്കും എന്റെ മോളെ? ആരോ ചെയ്ത തെറ്റിന് ആലിയെ ശിക്ഷിക്കരുത്. അവനൊരു പാവമാണ്. ഏറെ പാവായി. ഒരു പെണ്ണിനെ പലത്താനുള്ള ത്രാണി ഇല്ലാത്തവനായിപ്പോയി. ആ, ഇനി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് എന്താ ഫലം? ഒരു കെട്ട കെനാവായി നമ്മളതൊക്കെ മറന്നേക്കണം. നിങ്ങൾക്ക് മറക്കാം, ആശയ്ക്കത് കഴിയുമോ? ഓൻ ജയിലിൽ ഇന്നോ നാളെയോ നമ്മളെ കണ്ണടി. പിന്നെ എന്റെ മോൾ എന്ത് ചെയ്യും? തെരുവിലോട്ട് ഇറങ്ങോ? നമ്മളൊക്കെ ഒരു നിക്കാഹ് ആലോചിക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ തുറന്ന കോടതിയിൽ വെച്ച് ചത്തുപോയ അമുക്കെന്നെ ചീത്തയാക്കി എന്ന് അവള് പറഞ്ഞ പിന്നെ നിക്കാതെ നടക്കുവോ? നിങ്ങളും ഒരു പെണ്ണല്ലേ, നിങ്ങൾ എന്നെ പറയും. ഈ പാവങ്ങളുടെ കഞ്ഞില് പാറ്റയെ പിടിച്ചിടാണ്ട് എന്റെ മോള് പോ. സാവിത്രി, എന്താ? ആ അച്ചാർ ഇങ്ങോട്ട് എടുക്ക്. അത് തീർന്നു. എന്നാ 2 പച്ചമുളക് എടുക്ക്. കാണുന്ന നല്ലപോലെ കണ്ടോ, കണ്ടിട്ട് കാശ് തന്നാ മതി. കണ്ടില്ലേ കാശെടുത്ത്? ഈ ഓളര കാശിന് ഇതുപോലെ എണ്ണത്തിന് സ്വപ്നം കാണാൻ കിട്ടുവോ? സുഖിച്ചോ ഭാഗ്യവാന്മാർ. ഞാൻ പുറത്തോട്ടൊന്ന് പോവുക. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് എലിയാ ഓടിക്കും. എനിക്കിന്ന് തീരെ വയ്യ. അവന്മാരെ വിളിച്ചോണ്ട് പോ. വാക്ക് പറഞ്ഞ് കാശും പറ്റി. വാക്ക് പറഞ്ഞാ വാക്കാ. നിന്റെ അടവൊക്കെ അറിയാടി. കാലൻ, ഇതിലും ഭേദം എന്നെ കൊന്ന് പച്ചക്കങ്ങ് തിന്ന. സൂക്കേട് പിടിച്ച കൂടെ അടങ്ങി ഒതുങ്ങി കിടക്കാൻ യോഗമുണ്ടോ? ഇതും കഴിഞ്ഞ് ചുണ്ടുകൂടി കിടന്നു. പരാതി കേൾപ്പിച്ച വാസുവിന്റെ തനി നിറഞ്ഞി കാണും. ഈച്ചയെ സൂചിയിൽ കോർത്ത് കളിക്കുന്ന ഒരു കുട്ടിയുടെ ലാഘവത്തോടെ ഒരു മനുഷ്യജീവനെ പാരയിൽ തറച്ചുകൊന്ന ഈ നിഷ്ഠൂര കൊലപാതകത്തിന് ദൃക്സാക്ഷികളില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ദൃക്സാക്ഷികളെക്കാൾ വിശ്വസനീയമായ കുറെ സാഹചര്യ തെളിവുകളുടെ വെളിച്ചത്തിൽ പ്രതി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് തെളിയിക്കാൻ പ്രയാസമില്ലാത്ത ഒരു കേസാണിത്. ഒന്നാമതായി, പ്രതിയുടെ തന്നെ കുറ്റസമ്മതം. പോലീസ് സ്റ്റേഷനിൽ സ്വയം കീഴടങ്ങിയ പ്രതി സ്വന്തം മനസാക്ഷിക്കുത്തിലെ ആഘാതത്തിൽ പരപ്രേരണയില്ലാതെ തന്നെ താൻ ചെയ്ത് തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അടുത്തതായി നാം ചിന്തിക്കേണ്ട പ്രശ്നം പ്രതി എന്തിനു വേണ്ടി ഈ കുറ്റം ചെയ്തു എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം
ഒരു കൊച്ചു വീട് കെട്ടി ഭാര്യയുമായി അങ്ങോട്ട് മാറി താമസിക്കണമെന്നത് പ്രതിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു പ്രതി എന്നുള്ളതിന് തെളിവ് കൊല നടന്ന വീട്ടിലെ വേലക്കാരി ആമിനയുടെ മൊഴിയിൽ നമുക്ക് കാണാം. ഈ നാട്ടിൽ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ചില കുറുക്ക് വഴികളുണ്ട്. സർക്കാർ പണം കൊള്ളയടിക്കാൻ മാത്രം രാഷ്ട്രീയ പിടിപാടില്ലാത്തവനായിരുന്നു പ്രതി. ബ്ലേഡ് കമ്പനി ഉണ്ടാക്കി പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ട ബുദ്ധിസാമർഥ്യവുമില്ലായിരുന്നു. ആ നിലയ്ക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ പ്രതി കണ്ടുപിടിച്ച വഴി മോഷണമായിരുന്നു. ആ വീട്ടിൽ പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന പ്രതി നൂറുദ്ദീന്റെ കിടക്കുമുറിയിൽ ബ്രീഫ് കേസിൽ വെച്ചിരുന്ന പണം മോഷ്ടിക്കുന്നത് കയ്യും കളവുമായി പിടിക്കപ്പെട്ടു. മോഷണം കണ്ടുവന്ന നൂറുദ്ദീനുമായി ഏറ്റുമുട്ടി. ഇതിനുള്ള തെളിവുകൾ പോലീസ് റിപ്പോർട്ടിൽ കാണുന്ന പ്രസ്തുത കിടക്കുമുറിയുടെ വിവരണത്തിൽ കാണാം. അലങ്കോലമായി കിടന്ന സാധനങ്ങൾ, തുറന്ന നിലയിൽ തറയിൽ കാണപ്പെട്ട ബ്രീഫ് കേസ്, ചിന്നിച്ചേറി കിടന്ന നോട്ടുകൾ. നൂറുദ്ദീന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാവാതെ വന്നപ്പോൾ ക്രൂരമായ കൊലപാതകത്തിന് പ്രതി മുതിർന്നു. അഭ്യസവിദ്യനായ യുവാവ്, ജനസമ്മതൻ, സമുദായ നേതാവ്, പരോപകാരി. പലരുടെയും മൊഴികളിൽ നിന്നും തെളിഞ്ഞു വരുന്ന കൊല്ലപ്പെട്ട നൂറുദ്ദീന്റെ ചിത്രമാണിത്. അത്തരം ഒരു ചെറുപ്പക്കാരനെയാണ് യാതൊരു ദയവുമില്ലാതെ അല്പം പണത്തിന് വേണ്ടി ഈ നിൽക്കുന്ന പ്രതി കൊല ചെയ്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയക്ക് തീരെ അർഹനല്ലാത്ത ഈ നിൽക്കുന്ന പ്രതിയുടെ മേൽ ചുമത്തപ്പെട്ട ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 304 എന്നീ വകുപ്പുകൾ അനുസരിച്ച് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന അപേക്ഷയോടെ ഈ കുറ്റപത്രം സമാഹരിക്കട്ടെ. ഡിഫൻസ് മേ പ്രൊസീഡ് വിത്ത് ദ റിപ്ലൈ. താങ്ക് യു, യുവർ ഓണർ. ആദ്യമായി പ്രതിയുടെ മേൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളെയും നിഷേധിച്ചുകൊള്ളട്ടെ. വാക്ചാതുര്യത്തോടെ അവതരിപ്പിച്ചു എന്നതിൽ കവിഞ്ഞ് തീരെ കഴമ്പില്ലാത്ത പ്രോസിക്യൂഷൻ ഭാഗം വാദമുഖങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തീരെ ദുർബലമായ ഒരു പോയിന്റ് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ നിവൃത്തിയുമില്ല. എന്റെ സുഹൃത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കുറ്റസമ്മതത്തെക്കുറിച്ച് ഊന്നി പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ അകപ്പെടുന്ന ഒരു പാവപ്പെട്ടവന്റെ ഗതി എന്താണെന്ന് ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. മിരട്ടൽ, ഉരുട്ടൽ, പച്ചയിറക്കിലി പ്രയോഗം എന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതിയും കേട്ട് കാണും. അവിടെ നടക്കുന്ന ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടില്ലാത്ത ഒരു ദിനപത്രമെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറോട് കൂടിയാണ് ഈ ചോദ്യം. കാലന്റെ കൊലേറ എന്ന് വിശേഷിക്കപ്പെടുന്ന അത്തരമൊരു ലോക്കപ്പിൽ ഒരു രാത്രി കഴിയേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട കോടതി വരെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് കുറ്റസമ്മതം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഇത് കോർട്ടലക്ഷ്യമാണ്. കോടതിയെ അലക്ഷ്യപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാനിത് പറഞ്ഞത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിറുന്ന ഇത്തരം കുറ്റസമ്മതങ്ങൾക്ക് അതെഴുതുന്ന കടലാസിന്റെ വില പോലും ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. താങ്ക് യു, യുവർ ഓണർ. ഈ കേസിലെ പ്രതിയുടെ കുറ്റസമ്മതം ലോക്കപ്പ് മർദ്ദനത്തിന്റെ കാഠിന്യത്തെ കാണിക്കുന്നു എന്നല്ലാതെ പ്രതി ചെയ്ത കുറ്റത്തിന് ഒരു തെളിവല്ല തന്നെ. പ്രത്യേകിച്ചും കൊല്ലപ്പെട്ട വ്യക്തി പണക്കാരനാകുമ്പോൾ അയാളുടെ ബന്ധുക്കൾ കാണേണ്ടവരെ വേണ്ട വിധത്തിൽ കണ്ടു എന്നേ ഈ കുറ്റസമ്മതത്തിന് അർത്ഥമുള്ളൂ. പണാപഹരണത്തിനിടയിൽ നടന്ന ഒരു കൊലപാതകമാണ് ഇതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ അടുത്ത വാദം. അതും ഞാൻ ശക്തിയുക്തം നിഷേധിക്കുകയാണ്. ഇതൊരു കൊലപാതകമല്ല, അപകട മരണമായിരുന്നു എന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. അതിനുദാഹരണമായ ഒരു കഥന കഥയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യത സാക്ഷികളിലൂടെ ഞാൻ പിന്നീട് തെളിയിച്ചുകൊള്ളാം. ദാറ്റ്സ് ഓൾ ഫോർ ദ പ്രസന്റ്, യുവർ ഓണർ. കോർട്ട് അഡ്ജേൺ ഫോർ ദ ഡേ. മാറി നിൽക്കണേ റാസ്കൽ. കൊലപ്പുള്ളിയുടെ അടുത്ത് അവന്റെ ഒരു ശൃംഗാരം. കുഞ്ഞുനാള് മുതലുള്ള കൂട്ട ഒന്ന് അടുത്ത് കണ്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. ബാല്യകാല സ്നേഹം എന്ന് പറയുന്ന ഇതാ. പിന്നെ ഒരു കാര്യം, മനുഷ്യത്വത്തിന്റെ പേരിൽ, എന്റെ മനസാക്ഷിയുടെ പേരിൽ 5 മിനിറ്റ് സമയം തന്നിരിക്കുന്നു. വേഗം പൊക്കോളണം.
അലി, നിനക്കൊന്നും വരില്ല. നിന്നെ വെറുതെ വിടും. മുണ്ടക്കാട്ട ഭഗവതിക്ക് നിന്റെ പേരിൽ ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ട്. നിനക്കും ആസിക്കും വേണ്ടി വാങ്ങിച്ചതാ. സ്റ്റേറ്റ് വേഴ്സസ് ശ്യാമപ്രസാദ്, അലഹബാദ് ഹൈക്കോർട്ട്, 1958. ഈ കേസ് കോട്ട് ചെയ്തിരുന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട്? അതിൽ 1-2 പ്രോസിക്യൂഷൻ സാക്ഷികൾ പ്രതിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണ് പ്രതിയെ വെറുതെ വിട്ടത്. നമുക്കിതുവരെ ആലിക്ക് അനുകൂലമായി ഒരാളെ കൊണ്ടെങ്കിലും മൊഴി കൊടുപ്പിക്കാൻ ഒത്തിട്ടില്ല. ഇതുവരെ ഇല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ സാക്ഷി വിസ്താരം കഴിഞ്ഞിട്ടില്ല. നമുക്കിനി അവസരങ്ങളുണ്ട്. സാറ് പുതിയ സാക്ഷിയെ കണ്ടെത്തിയ പോലെ ഉണ്ടല്ലോ. ആരാണത്? കാത്തിരുന്ന് കാണൂ. സമയം എന്തായിരുന്ന വിചാരം? മൈ ഗോഡ്, മണി 1 കഴിഞ്ഞു. നിയമത്തിന്റെ കാവൽ നായ്ക്കൾക്ക് ഉറങ്ങാൻ എവിടെയാ സമയം? മാമാക്ക് വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇത്ര കടുത്ത പ്രയോഗം വേണമായിരുന്നു. സാവിത്രിയല്ലേ? മനസ്സിലായില്ല. എന്റെ പേര് സുഹറ. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ? വലിയ വീട്ടിലെ കൊച്ചമ്മമാരുടെ സമുദായ സേവനം. ആദ്യം നിങ്ങൾ നന്നാവും, എന്നിട്ട് ഞങ്ങളെ നന്നാക്കാം. ഞാൻ അതിനൊന്നും വന്നല്ല. ആലി പറഞ്ഞിട്ടാണ് എനിക്ക് സാവിത്രി പരിചയം. ആലി ജയിലല്ലേ? പാവം. സാവിത്രി വിചാരിച്ചാൽ ആലി രക്ഷിക്കാം. ഞാൻ ആലിയുടെ വക്കീലാണ്. ഞാൻ വിചാരിച്ചത് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഏതോ അലവലാതി പെണ്ണുമ്പിള്ളയാണെന്നല്ലേ. സാറിരുന്നാട്ടെ. ആലി പറഞ്ഞ് എല്ലാം എനിക്കറിയാം. നടന്നതുപോലെ കോടതിയിൽ സാവിത്രി സാക്ഷി പറയണം. ഞാൻ പറയാം. ഉള്ളതുപോലെ പറയാൻ ഞാൻ ആരെ പേടിക്കണം? പിന്നെ മരിച്ച ആ മനുഷ്യനില്ലേ, അവനാണ് എന്നെ ഈ നിലയിലാക്കിയത്. എത്ര പെണ്ണുങ്ങളെ തെരുവിലിറക്കി. ദുഷ്ടൻ. അവൻ അത് തന്നെ വേണം. കോടതിയിലെല്ലാം പറയേണ്ടി വരും. സാവിത്രി ഗർഭിണിയായത് അതിന് തയ്യാറാണോ? എനിക്ക് നാണക്കേടാവോന്ന് പറഞ്ഞുകൊണ്ട് വരികയാണല്ലേ. മുഴുക്കം മുങ്ങിയാൽ എന്തോന്നു കുളിര്. ഞാൻ എല്ലാം പറയാം. വളരെ നന്ദി. ആലിക്ക് അനുകൂലമായി നല്ലൊരു സാക്ഷിയില്ലാതെ വിഷമിക്കായിരുന്നു ഞാൻ. എന്നാ വരേണ്ടത്? കോടതിയിൽ നിന്ന് കടലാസ് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ? സാറ് പേടിക്കണ്ട, പൊയ്ക്കോ. ഞാൻ ഏറ്റു. സാവിത്രി വിവാഹിതയാണോ? അല്ല. പഠിച്ചിട്ടുണ്ടോ? 8 വരെ പഠിച്ചു, നിർത്തി. അതെന്താ? അമ്മ ജോലി ചെയ്താണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. എനിക്കാകെ ഉണ്ടായിരുന്ന അവർ മരിച്ചപ്പോ. അങ്ങനെയാണോ സാവിത്രി നൂറുദ്ദീന്റെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത്? അതെ. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. അവിടുന്ന് പോരേണ്ടി വന്നത് സാവിത്രി ഗർഭിണിയായതുകൊണ്ടല്ലേ? അല്ല. സാവിത്രിയുടെ ഗർഭത്തിന് ഉത്തരവാദി
മരിച്ചുപോയ നൂറുദ്ദീൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സാവിത്രിക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? ദൈവസാക്ഷിയായി സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന കാര്യം മറക്കരുത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ എതിർവിസ്താരം നടത്തുകയല്ല, സാക്ഷിയെ ഭയപ്പെടുത്തി തനിക്ക് അനുകൂലമായ വിവരണങ്ങൾ പറയിക്കാൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ ഓവർ. പ്രതിഭാഗം വക്കീൽ സത്യം പറയാനേ സാക്ഷിയെ നിർബന്ധിച്ചിട്ടുള്ളൂ. യു മേ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. സാവിത്രി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ ഗർഭിണിയായിട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സാവിത്രി ഇപ്പോഴെവിടെയെങ്കിലും വേലയ്ക്ക് നിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു? എന്റെ ചേട്ടന്റെ കൂടെയാണ് ഞാൻ. ചേട്ടനാണ് ചെലവിന് തരുന്നത്. സാവിത്രി ആരെ പേടിച്ചാണ് സത്യത്തെ മറയ്ക്കുന്നത്? സാവിത്രി ഇന്നത്തെ നിലയിലാക്കിയത് ആരാണെന്ന് സാവിത്രിക്ക് അറിയാം. ധൈര്യമായിട്ട് മറുപടി പറയൂ. നൂറുദ്ദീനാൽ ഗർഭിണിയാക്കപ്പെട്ട സാവിത്രിയെ ഒരു തെരുവേശിയാക്കി മാറ്റിയത് നൂറുദ്ദീനും അയാളുടെ ഉമ്മയും ചേർന്നല്ലേ? പറയൂ സാവിത്രി, പറയൂ. ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷി പറയാൻ വന്ന ഒരു യുവതിയെ പരസ്യമായി തെരുവേശി എന്ന് വിളിച്ച് പ്രതിഭാഗം വക്കീൽ അപമാനിക്കുകയാണ്. തെളിവില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട കോടതി തടയേണ്ടതാണ്. വേണ്ട തെളിവോടെ തന്നെയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. ഈ നിൽക്കുന്ന സാക്ഷിയെ വ്യഭിചാര കുറ്റത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ ശിക്ഷിച്ച വിധിയുടെ പകർപ്പാണിത്. ഒബ്ജക്ഷൻ ഓവർ. പ്രതിഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യത്തിന് സാക്ഷി ഉത്തരം പറയണം. സാവിത്രിയുടെ ഇന്നത്തെ നിലയ്ക്ക് കാരണം കൊല്ലപ്പെട്ട നൂറുദ്ദീൻ അല്ലേ? അല്ല, നൂറുദ്ദീൻ നല്ലവനായിരുന്നു. ഞാനിവിടെ വേലയ്ക്ക് നിന്ന കാലത്ത് എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. That's all, Your Honor. Any further question to the witness? No further questions, Your Honor. സാക്ഷി വിസ്താരം പൂർത്തിയായെങ്കിൽ പ്രോസിക്യൂഷൻ വാദം തുടങ്ങാം. എക്സ്ക്യൂസ് മീ, യുവർ ഓണർ. യെസ്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും ഒരു വലിയ തെറ്റ് നടന്നിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാന സാക്ഷിയായി വിസ്തരിക്കേണ്ട പ്രതിയുടെ ഭാര്യയായ ആസിയെ വിസ്തരിക്കാതെ ഈ കേസിന്റെ അനന്തര നടപടികളിലേക്ക് പ്രവേശിക്കരുതെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഈ പറഞ്ഞ സാക്ഷിയെ വിസ്തരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പുണ്ടോ? പ്രോസിക്യൂഷൻ എതിർപ്പുണ്ടെങ്കിലും നീതിയുടെയും ന്യായത്തിന്റെയും പേരിൽ ആസിയെ വിസ്തരിക്കുക തന്നെ വേണം. ക്രിമിനൽ നടപടി നിയമം 311 വകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷയാണിത്. ചില പ്രത്യേക പരിസ്ഥിതികളിൽ കോടതിയിൽ ഹാജരാകാതിരിക്കുന്ന ആസിയുടെ പേർക്ക് സമൻസോ അറസ്റ്റ് വാറന്റോ പുറപ്പെടുവിച്ച് അവരെ വിസ്തരിക്കേണ്ടത് നീതി നിർവഹണത്തിന് അത്യാവശ്യമാണ്. അതിനുവേണ്ട ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ആസി സാക്ഷി പറയാമെന്നാണോ? അവരെ രക്ഷിക്കാൻ നമ്മുടെ ജീവനും കൂടെ തരാം. ഇങ്ങോട്ട് വരാൻ മൂത്താപ്പ സമ്മതിച്ചോ? കാണാണ്ട് വന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുണ്ട്. ആസി ഇപ്പോൾ കോടതിയിൽ ഹാജരുണ്ട്. പ്രത്യേക പരിഗണന വെച്ച് അവളെ വിസ്തരിക്കാൻ ഉത്തരവുണ്ടാകണം. കോടതി നടപടികൾക്കെതിരാണിത്. സമൻസ് ഇല്ലാതെ സാക്ഷി വിസ്തരിക്കാൻ പാടില്ല. Laws are made not for denying justice, but for giving justice. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നീതി നൽകാനാണ്, നീതി നിഷേധിക്കാനല്ല. നീതി നിർവഹണത്തിന് ഈ കോടതിയെ സഹായിക്കാൻ മൈലുകൾ താണ്ടി വന്നിരിക്കുന്ന ആ നിൽക്കുന്ന പെൺകുട്ടിക്ക് അതിനുള്ള അവസരം നിഷേധിക്കരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.
കൊലപാതക കുറ്റം ചാർത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആലിയുടെ ഭാര്യയാണവൾ. For the special circumstances, you can proceed with the witness examination. താങ്ക് യു, യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഖുർആൻ സാക്ഷിയായി ഖുറാൻ സാക്ഷിയായി സത്യം മാത്രമേ പറയൂ. സത്യം മാത്രമേ പറയൂ. സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. എന്താ പേര്? ആസി. നൂറുദ്ദീൻ മരിച്ചെന്ന് എന്ത് സംഭവിച്ചുവെന്ന് ആസിക്ക് ഓർമ്മയുണ്ടോ? മരിച്ചാലും മറക്കാൻ കഴിയില്ല. അന്ന് നടന്നതൊന്നും വിടാതെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയാമോ? പറയാം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സന്ധ്യയായപ്പോ ആമനത്താത്ത നമ്മളെ വിളിച്ചു. വിളിയും കേട്ട് ചെന്നപ്പോ അവര് സാമ്പ്രാണി തട്ടത്തില് കനലിട്ട് പുകയ്ക്കുകയായിരുന്നു. നീ തട്ടുമോളിൽ ചെന്ന് ആ മുറിയിലൊക്കെ സാമ്പ്രാണി പോയിച്ചു വാ. മുസലാരൊന്നും മൊയിലോ തൂതാൻ വരണതല്ലേ. ആ കിടക്കൽ കിടക്കുന്ന വളപ്പൊട്ടുകളൊക്കെ എടുത്ത് കളയടാ. ഏറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആശയെ പോലെ ഒരുത്തിയെ ഒരു വിധത്തിൽ നീയും ഭാഗ്യവാനാണ് അലി. അല്പം ചവിട്ടും കുത്തുള്ള ഇനമാണ്. അത് സാരമില്ല, നമുക്ക് ശരിയാക്കാം.
നിങ്ങൾ ഒരാളാണോ? ആസി മെടിക്കുകയാണ്. അവളെ ഇങ്ങനൊന്നും നോക്കിയാ പോരാ. ഇതാ, എന്താണെന്ന് വെച്ചാ വാങ്ങിക്കൂടെ. നിങ്ങൾ ഒരാളാണോ? നിങ്ങൾ ഒരാളാണോ? നിങ്ങൾ ഒരാളാണോ? എനിക്ക് പറഞ്ഞോനെ എന്റെ ആവശ്യം ഈ നിൽക്കുന്ന സാക്ഷി പഠിച്ചവളല്ല. നഗരത്തിന്റെ കപടതകൾ അറിയാത്ത പാവപ്പെട്ട ഒരു നാട്ടിൻപുറത്തുകാരി. പഠിച്ചു പറഞ്ഞ സാക്ഷിമൊഴി അല്ല നാം ഇപ്പൊ കേട്ടത്. അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരുപിടി തേങ്ങലുകൾ. ആലിക്കും ആശയ്ക്കും സംഭവിച്ച ദുരന്തം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്നും പണക്കാരുടെ വീടുകളിൽ ഉയർത്തിക്കെട്ടിയ കോട്ട പോലെ നിൽക്കുന്ന മതിൽക്കെട്ടിനകത്ത് എരിഞ്ഞില്ലാതെയാകുന്ന അനേകം ആലിമാരെയും ആശികളെയും അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താനാവും. അടിമകളെ പോലെ വേലയെടുത്ത് കഴിയുന്ന അവരുടെ ചാരിത്രം, ജീവിതമൊക്കെ മുതലാളിമാരുടെ മുഷ്ടിക്കുള്ളിൽ ഞെരിഞ്ഞൊടുങ്ങാറുണ്ട്. പുറം ലോകം അതറിയുന്നില്ലെന്ന് മാത്രം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആലി ഇന്നും ആസിയെ സ്നേഹിക്കുന്നു. അവളെ സ്വീകരിക്കുവാൻ അവൻ ഇന്നും ഒരുക്കമാണ്. കാമവറി പൂണ്ട ഒരു മനുഷ്യമൃഗത്തിന്റെ ആക്രമണത്തിനിരയായി എന്നതിൽ കവിഞ്ഞ് ആസിയിൽ അവൻ ഒരു കുറ്റവും കാണുന്നില്ല. ശരീരം കളങ്കപ്പെട്ടെങ്കിലും മനസ്സ് പരിശുദ്ധമാണ്. അത് അവന്റേത് മാത്രമാണെന്ന് അവൻ ഇന്നും വിശ്വസിക്കുന്നു. അഭ്യസ്തവിദ്യരും സംസ്കാരത്തിന്റെ പുസ്തകക്കാരുമെന്ന് അഭിമാനിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഹൃദയവിശാലത ഉണ്ടാകും? ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. വിവാഹം കൊണ്ടൊന്നായെങ്കിലും പരസ്പരം ഒന്ന് സ്പർശിക്കാൻ പോലും അവസരം കിട്ടാതെ ഒരു കാമാർത്തിന്റെ ചാവല്യത്താൽ തകർന്നുപോയ ഈ ചെറുപ്പക്കാരെ ജീവിക്കാൻ അനുവദിക്കൂ. ചെയ്യാത്ത തെറ്റിന്
കെട്ടിച്ചമച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ ഒന്നാകാൻ കൊതിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ വീണ്ടും അകറ്റുക എന്ന താഴ്മയ അപേക്ഷയോടെ അത് നടക്കൂല. ഈ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഒന്നാവൂല. ആ ഇബ്ലീസിന്റെ വിത്ത് എന്റെ വയറ്റിലുണ്ട്. വാ. ഞാൻ വരുന്നത് വരെ ആശ ഇവിടെ തന്നെ ഇരിക്കണം. സമർത്ഥയായ സംവിധായകയുടെ മേൽനോട്ടത്തിൽ ഇവിടെ അരങ്ങേറിയ ഈ നാടകത്തിന് എന്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ കോടതി കീഴ്വഴക്കങ്ങളുടെ മേലുള്ള നഗ്നമായ ഒരു ആക്രമണമായിട്ട് എനിക്ക് പ്രഹസനത്തെ കാണാൻ കഴിയുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു ഭാര്യ കെട്ടിച്ചമച്ച അതിമനോഹരമായ ഒരു ഭാവന സൃഷ്ടി എന്നതിൽ കവിഞ്ഞ് ഒരു വിലയും ആസിയുടെ മൊഴിക്ക് നൽകരുത്. ഇത് ആസൂത്രണം ചെയ്ത പ്രതിഭാഗം വക്കീലിന്റെ ബുദ്ധിപൂർമ്മതയ്ക്ക് എന്റെ നമോവാകം. പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ ഈ പ്രഹസനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് ഖേദപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു കേസിന്റെ ഗതിയിൽ വ്യക്തിപരമായ താല്പര്യമുള്ള ഒരാളുടെ സാക്ഷിമൊഴിക്ക് നിയമദൃഷ്ട്യ തീരെ വിലയില്ല. അത്തരം ഒരു സാക്ഷിമൊഴിക്ക് നിയമത്തിന്റെ മുമ്പിൽ സാധുത കിട്ടണമെങ്കിൽ മറ്റൊരു സാക്ഷിയുടെ കൊറോബറേഷനോ അല്ലെങ്കിൽ നിഷേധിക്കാനാവാത്ത മറ്റ് സാഹചര്യ തെളിവുകളോ വേണം. എവിഡൻസ് ആക്ടിന്റെ കാവലായ സത്തയാണത്. ഇത് രണ്ടും നൽകുന്നതിൽ പ്രതിഭാഗം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ മൊഴി നൽകിയ മറ്റ് സാക്ഷികളെല്ലാം തന്നെ കൊല്ലപ്പെട്ട നൂറുദ്ദീൻ നല്ലവനായിരുന്നു എന്ന് സംശയലേശമന്യെ പറഞ്ഞിട്ടുണ്ട്. ഒരു തെരുവ് വേശ്യയെന്ന് പ്രതിഭാഗം തെളിയിച്ച സാവിത്രിയുടെ മൊഴി മാത്രം മതി നൂറുദ്ദീന്റെ സ്വഭാവ ഗുണത്തെ മാറ്റുരച്ച് കാണാൻ. നല്ലവനെന്ന് തെളിയിക്കപ്പെട്ട ഒരു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത പ്രതിയുടെ കുറ്റം ഒരു കാരണവശാലും ക്ഷമിക്കത്തക്കതല്ല. അതും കൊലയുടെ പിന്നിലുള്ള പ്രേരണ കേവലം കുറച്ച് പണം മാത്രമായിരുന്നു എന്ന് വരുമ്പോ ആ കുറ്റത്തിന്റെ രാക്ഷസീയത 10 മടങ്ങ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രതിക്ക് കൊലക്കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ മരണശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അധർമ്മം ജയിക്കുകയും ധർമ്മം തോൽക്കുകയും ചെയ്യുന്നത് കണ്ട് മൂകസാക്ഷിയായി നിൽക്കാതെ അതിനെതിരെ സാക്ഷി പറയാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഇന്നോളം ഒരു പൊയ്മുഖം അണിഞ്ഞാണ് ഞാൻ ഈ സമുദായത്തിൽ കഴിഞ്ഞത്. എന്റെ അന്തസ്, അഭിമാനം, കുടുംബ ഗൗരവം എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഞാൻ ഈ സാക്ഷി പറയാൻ തയ്യാറാകുന്നത്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വത്തെ നിലനിർത്താനാണ്. നിഷ്കളങ്കനും നിർദോഷിയുമെന്ന് എനിക്കുറപ്പുള്ള ഒരു പാവപ്പെട്ടവനെ രക്ഷിക്കാനാണ്. ലോ കോളേജിൽ പഠിച്ചിരുന്ന ഞാൻ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളോട് കാട്ടുന്ന അനീതിക്കും ചൂഷണങ്ങൾക്കുമെതിരെ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. മോളെ, ഇത് മിസ്റ്റർ നൂറുദ്ദീൻ.
ഹലോ. ഇവരല്ല എന്റെ സുഹൃത്തുക്കളാണ്, നമ്മുടെ സമുദായ നേതാക്കന്മാർ. ഏതോ പരാതിയുമായി സുഹറയെ കാണാൻ വന്നതാണ് ഇവർ. സുഹറ പത്രത്തിൽ എഴുതിയ ലേഖനങ്ങളെ കുറിച്ചാണ് ഇവരുടെ പരാതി. അറബി കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന അസന്മാർഗികതയെ കുറിച്ച് എഴുതിയ ലേഖനമായിരിക്കും പരാതിക്ക് കാരണം. അതെ, അത് നമ്മുടെ സമുദായത്തെ അപമാനപ്പെടുത്തുന്ന തരത്തിലായി എന്നാണ് ഇവരുടെ പക്ഷം. സത്യവിരുദ്ധമായി ആ ലേഖനത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സത്യത്തെ കൊണ്ടുപോയി തോട്ടിലിട്. മറ്റേ ആധികാരി നമ്മൾ നോക്കി ചിരിക്കണമാതിരി ഈ എഴുതാൻ പാടുണ്ടോ? അറബി കല്യാണം കൊണ്ട് ഏറെക്കുറെ വേശികളെ പോലെ ജീവിക്കുന്ന നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുമില്ല. മറ്റു ജാതിക്കാർ ചിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിൽ നടക്കുന്നതുകൊണ്ടല്ലേ? വഹാബിക്ക എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നമ്മുടെ ജാതിയിലെ പെൺകുട്ടികൾ ഇങ്ങനെ ധിക്കാരമായി സംസാരിക്കരുത്. പുരുഷന്റെ എല്ലാ അനീതികളും സഹിക്കേണ്ടവളാണല്ലോ സ്ത്രീ, അല്ലേ? നിക്കാഹ് കഴിക്കാം, മൊഴി ചൊല്ലാം, ബന്ധുക്കൾക്ക് ഗൾഫിൽ പോകാൻ ബിസയ്ക്കായി അറബിക്കിഴന്മാർക്ക് വിൽക്കാം. നമ്മുടെ ദീനിനെതിരായിട്ടാണ് നീ സംസാരിക്കുന്നത്. വെറുതെ എന്തിന് മതത്തെ പിടിച്ചു വലിക്കുന്നു? ഉത്തരം മുട്ടുമ്പോ മതം. നബി തിരുമനസ് മനുഷ്യ നന്മയ്ക്കായി സ്ഥാപിച്ച മതം എവിടെ? മതത്തിന്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എവിടെ? സുഹറ, കുറെ പഠിച്ചു എന്ന് കരുതി എന്തുമാകാമെന്ന് വിചാരിക്കരുത്. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? മതത്തിന്റെ പേരിൽ ജിഹാദിനിറങ്ങിയിരിക്കുന്ന മഹാന്മാര്, ശരിയായ ഇസ്ലാം മത നിയമങ്ങൾ അനുസരിക്കുന്ന ആരുണ്ട് നിങ്ങളിൽ? പലിശ വാങ്ങരുത് എന്ന നബിവചനത്തിന് പ്രായച്ചിത്തമായി അമിത പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനി നടത്തുന്നവർ, തന്റെ വരുമാനത്തിന്റെ നല്ലൊരു അംശം സക്കാത്ത് കൊടുക്കേണ്ടതിന് പകരം തൊഴിലാളികളെ പിഴിഞ്ഞെടുക്കുന്ന കമ്പനി ഉടമകൾ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന നബിവചനത്തിനെതിരായി മാത്രം ജീവിക്കുന്ന പകൽ മാന്യന്മാർ. നിർത്തടി, നിന്റെ ധിക്കാരം കൂടെ കൂടിപ്പോകും. നോർദീൻ, ഇതെന്റെ വീടായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. കുറെ കൂടി മര്യാദയായി സംസാരിക്കണം. ഇനി സംസാരിക്കാനല്ല ഉദ്ദേശം. വേണ്ടി വന്നാൽ മതവിലക്ക് വരെ നേരിടാൻ ഇവർ തയ്യാറാവട്ടെ. പേടിപ്പിക്കാണോ? 5 നേരം മുടങ്ങാതെ നിസ്കരിച്ച് മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്യാത്ത എനിക്ക് മതവിലക്ക്. അത് ചെയ്യുന്നതോ മദ്യഗന്ധത്തോടെ ഖുറാൻ ഉദ്ധരിക്കുന്ന ഈ മാന്യൻ. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വാ, നമുക്ക് പോ. സുഹറ, നിന്റെ കുട്ടികളി കാര്യമാവുന്നു. മാമ പേടിക്കാതിരിക്കൂ. ഇവനൊക്കെ ഭീഷണിപ്പെടുത്താനേ അറിയാവൂ. ഒരു സമുദായ സ്നേഹി വന്നിരിക്കുന്നു. ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണ്. സുഹറ ഭയപ്പെടണ്ട. അന്നത്തെ കോപം പോയില്ലെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്ന കിളവന്മാർ കേൾക്കാനല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സുഹറയെപ്പോലുള്ള പുരോഗമനവാദികളെ എനിക്കിഷ്ടമാണ്. അവസരവാദികളെ എനിക്ക് വെറുപ്പാണ്. ഉരുളയ്ക്കുപ്പേരി. സുഹറ നല്ലൊരു വക്കീലാവും. അന്ന് നടന്നതൊക്കെ മറന്ന് നമുക്ക് നല്ല സുഹൃത്തുക്കളായിക്കൂടെ? നേരം വീഴുന്നു, എനിക്ക് പോണം. പ്ലീസ് സുഹറ, നമുക്കിടയിൽ കടന്നുകൂടിയ തെറ്റിദ്ധാരണ മാറ്റിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അതൊക്കെ മറന്നു എന്നൊരു വാക്ക് പറയൂ. ഞാൻ എപ്പോഴേ മറന്നു കഴിഞ്ഞു. എങ്കിൽ നമുക്കതൊന്ന് ആഘോഷിക്കണം. ഒരു കപ്പ് ചായയെങ്കിലും കുടിച്ചിട്ട് സുഹറ പോകാം. എടോ, ഇതൊക്കെ വല്ല 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ആർത്തവമാകാത്ത പെൺകുട്ടികളുടെ അടുത്ത് ഇറക്കാവുന്ന വേലകളാണ്. ആദ്യം ചായ കുടിക്കാൻ ക്ഷണിക്കും, ഹോട്ടലിൽ ചെല്ലുമ്പോ പൊതുസ്ഥലത്തിരുന്നാ വല്ലവരും കാണും, കുട്ടിക്കത് ആപത്താണെന്നും പറഞ്ഞ് ക്യാബിനിലോ റൂമിലോ കൊണ്ടുപോകും. പിന്നെ എന്നിട്ട് ഈ അലവലാദികളുടെ ഒക്കെ ഭാവം കണ്ട വലിയ റോമിയോ പോലെയല്ലേ? പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇതിനൊക്കെ പരിചയം വേണമെന്നില്ല, ലോകപരിചയം മതി. പ്രത്യേകിച്ചും നിന്നെപ്പോലുള്ള വായു നോക്കികളെ കണ്ടുപിടിക്കാൻ. പോടാ, അവന്റെ ഒരു പേടിപ്പെടുത്തൽ. അതിന് വീട്ടിലാരെങ്കിലും ഉണ്ടോ നോക്ക്. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത വാക്ക. പൊതുസ്ഥലമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അന്നൊരു ദിവസം വീട്ടിൽ ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മാമയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്.
ദുരന്തം ഞാൻ ഈ കോടതിയിൽ പറഞ്ഞത് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള തികഞ്ഞ ബോധത്തോടെയാണ്. തല ഉയർത്തി നടക്കാനാവാത്ത വിധം എന്റെ കുടുംബാംഗങ്ങൾ അപമാനിതരാകും. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പുച്ഛത്തോടെ ഇനി എന്നെ നോക്കൂ. പൈങ്കിളി വാരികകൾ ആഴ്ചകളോളം പൊടിപ്പും തൊങ്ങലും വെച്ച് സചിത്ര കഥകൾ ഇറക്കും. ഇത്രയൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറായതിന് കാരണമുണ്ട്. നൂറുദിനെ പോലെ ഒരുത്തന്റെ അപകട മരണം. പാവം ആലിയുടെ കഴുത്തിലെ കൊലക്കയറാകരുത് എന്ന് വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ആസിയുടെ മൊഴിക്ക് കൊറോബറേഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ കേസിനോട് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത എന്റെ മൊഴി ഒരു കൊറോബറേഷനെ സ്വീകരിച്ചുകൂടെ? സംഭവം നടന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സാക്ഷിയെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് സംശയത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പ്രതിക്ക് നൽകേണ്ടതാണ്. അതേ സംശയത്തിന്റെ വെളിച്ചത്തിൽ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് കോടതി സമക്ഷം താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു. Are you cross-examining the witness? No, Your Honor. Court adjourned for orders. ഒരു പുഷ്പാഞ്ജലി. പേര് നക്ഷത്രം. നക്ഷത്രം അറിയില്ല. പേരാലി. ആലിയോ? ആ, ചെയ്താലി. എന്റെ ഒരു കൂട്ടുകാരനാ. എന്റെ ഭഗവതി, എന്റെ ആലിയെ രക്ഷിക്കണേ. മനുഷ്യ നന്മയുടെ മഹത്വത്തിന് ഒരു ഉദാഹരണമായാണ് ഞാൻ അഡ്വക്കേറ്റ് ഷുഹറയുടെ മൊഴിയെ കണക്കാക്കുന്നത്. ഈ കേസിന്റെ വിധി നിർണായകമായ ഒരു മാറ്റമായിരുന്നു ആ മൊഴി. സമുദായത്തിൽ നിലയും വിലയുമുള്ള അവരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടതായി യാതൊരു കാരണവുമില്ല. ഇതിന്റെ വെളിച്ചത്തിൽ ആശയുടെ മൊഴിയും സത്യമായിരുന്നു എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. പ്രതി കൊല ചെയ്തു കണ്ട ദൃക്സാക്ഷികളില്ല. ഭാര്യയെ ബലാത്കാരം ചെയ്ത നൂർദീനുമായി ആലി ഏറ്റുമുട്ടി എന്ന് തെളിയിക്കാനേ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് നടന്ന ഒരു അപകട മരണമായിരുന്നു ഇത് എന്ന പ്രതിഭാഗം വക്കീലിന്റെ വാദത്തിൽ കഴമ്പുണ്ട്. കാരണം ആലിയേക്കാൾ ശക്തനായിരുന്നു നൂർദീൻ. കൂടാതെ പ്രതി കുറ്റം ചെയ്തു എന്ന് സംശയലേശമന്യെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുമില്ല. സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകിക്കൊണ്ട് പ്രതി കുറ്റക്കാരനല്ല എന്ന് തീരുമാനിച്ച് നിരുപാധികം മുട്ടയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഇല്ല, നൂർദീനെ കൊന്നത് ഞമ്മളാണ്. എന്റെ വാസിനെ നശിപ്പിച്ചവനെ ഈ കൈകൊണ്ടാണ് നമ്മൾ വന്നത്.